സയൻറ്റിഫിക് ആയിട്ട് ഒരു ലിറ്ററേച്ചറിനകത്ത് പറയുന്നില്ല പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്ന, പകരം ദോഷം ഉണ്ടാവുന്നുള്ള സ്റ്റഡീസും ഉണ്ട്. മതവിശ്വാസികൾക്ക് പ്രാർത്ഥന കൊണ്ട് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മതവിശ്വാസികളാണ്. ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് പ്രാർത്ഥന. കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു പെൻസിൽ ചോദിച്ചാൽ കൊടുക്കാത്തവൻ പോലും അവനൊരു അസുഖം വന്നാൽ പ്രാർത്ഥിക്കാന്ന് അവനും അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും പറയും. ഒരു കോഴിമുട്ടയുടെ വലിപ്പം പോലും ഇല്ലാത്ത ബുദ്ധി കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ നിഷേധിക്കുന്നത്. 1400 cc, നോട്ട് കോഴിമുട്ടയുടെ സൈസ്. ഞാൻ ഈ ഒരു പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഔട്ട് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഇത് ഈ ഒരു വോയിസ് കട്ട് ചെയ്ത് വിടുള്ളൂ എന്ന് എനിക്ക് ഒരു ധാരണ ഉണ്ട്. ജീവൻ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് എവിടെയാണെന്ന് പ്രൂവ് ചെയ്യണം. ജീവനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ, തടവി കാണിക്കാൻ പറ്റുമോ, നക്കി കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ ബേസ്, വളരെ എന്ന് പറഞ്ഞാൽ ലോഡഡ് ആയിട്ടുള്ള ഫോൾസ് ക്വസ്റ്റ്യൻസ്. പ്രാർത്ഥന മാത്രം അറിയാമെന്നുള്ളൊരു വ്യക്തിയും CPR-ഉം പ്രാർത്ഥനയും അറിയാമെന്നുള്ളൊരു വ്യക്തിയുണ്ട്. നിങ്ങൾ ഈ രണ്ട് വ്യക്തികളിൽ ആരെ തിരഞ്ഞെടുക്കും നിങ്ങളെ രക്ഷിക്കാൻ? പ്രാർത്ഥനയല്ല ആശ്വാസം, ഇതുപോലെയുള്ള അറിവുകളാണ് നമുക്ക് ആശ്വാസം. വിടൂ, അലക്കല്ലേ, അവിടെ നിൽക്കട്ടെ. അലക്കുന്ന കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഇത് എങ്ങനെ ലഭിക്കും? അത് കിട്ടിയാൽ മതി. 1400 വർഷം മുമ്പ് അല്ല ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്, ഈ അടുത്ത കാലത്താണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു എനർജി സ്രോതസ്സാണ് സയൻസിനെയും നിയന്ത്രിക്കുന്നത്, മനുഷ്യരെയും നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത്. നമുക്കറിയാത്ത പല കാര്യങ്ങൾക്കും ഇതുപോലെ പണ്ട് ദൈവത്തിനെ കുത്തി നിറച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഈ പാവപ്പെട്ട ദൈവത്തിനെ നമ്മൾ വലിച്ചൂരി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഫാക്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പറയാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുന്നതല്ല സംവാദം. Don't play the victim card here. Okay, I understood that. നമസ്കാരം. ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സംഘടനയായ എസൻസ് ഗ്ലോബൽ ഇന്ന് എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു ചോദ്യം ഉയർത്തുകയാണ്. പ്രാർത്ഥന ആശ്വാസമാണോ? ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാകാം പലരും. ആ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാകുമോ? അതൊരാശ്വാസമാണോ അല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ഈ സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ആദ്യം പ്രമുഖ ശാസ്ത്രപ്രചാരകനായ ചന്ദ്രശേഖർ രമേശിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രാർത്ഥന ഒരു ആശ്വാസമാണോ എന്നുള്ളത്. ആദ്യം പറയേണ്ട കാര്യം എന്താണ് പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കാരും കേൾക്കാനില്ലായിരിക്കാം, മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. അങ്ങനെ പലരും ചിലപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്ത് ഒരു മൂലയിലിരുന്ന് തനിയെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും കേൾക്കാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവുള്ളവരുമുണ്ട്. ഇത് കേൾക്കാൻ ആരോ ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടമായ ഒരു അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഉപരിയായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയോട് എന്തെങ്കിലുമൊക്കെ തരണേ എന്ന് യാചിച്ചാൽ തരുമും എന്ന് വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസമായ ദൈവവിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ. പ്രാർത്ഥന ഫലം തരും എന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവിരുദ്ധവും കൂടിയാണ്. കാര്യം ഈ ദൈവം ഒരു 13.8 ബില്യൺ ഇയേഴ്സായിട്ട് അല്ലെങ്കിൽ 1380 കോടി വർഷങ്ങളായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ലോകത്തെ ഉണ്ടാക്കി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിവൈൻ പ്ലാനിനെല്ലാം എതിരായി കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറയും. അതും നിസ്സാരമായ ഈ ചെറിയ ഭൂമിയിൽ ഇരുന്ന് സംസാരിക്കുന്നു, അത് കേൾക്കുന്നു. അതിനനുസരിച്ച് പുള്ളി ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചത് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് വിശ്വസിക്കുന്നതും, അതുപോലെ ഇനി അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് നടക്കുമെന്നൊക്കെ തോന്നുന്നത് വെറും വ്യർത്ഥമായിട്ടുള്ളൊരു എക്സസൈസാണ് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇനി ആശ്വാസം കിട്ടുമോ എന്നുള്ളൊരു കാര്യം. ഈ ആശ്വാസം എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നിങ്ങൾക്ക് വെള്ളം അകത്തേക്ക് ചെന്നു എന്ന് ഉറപ്പുണ്ട്, നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ മാറി, നിങ്ങൾക്ക് ആശ്വാസം കിട്ടി. പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് എന്താണ്? അവർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ള എന്ത് തരം ആശ്വാസമാണ് ആ ആശ്വാസം എന്നുള്ളതാണ്. ശരിയായ ആശ്വാസമാണോ? പലർക്കും ഇപ്പോൾ ചിലർക്ക് മദ്യം കഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകതരം ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അവിടെ മദ്യം ചെല്ലുന്നുണ്ട്, അവർക്ക് കിക്കാവുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പോലും ഒരു ഗുണമില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കിനി ആ പഠനങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം. പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ
മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട സമയത്ത് വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരു ആശ്വാസവും തരാൻ കഴിയില്ല, പ്രാർത്ഥന വർക്ക് ചെയ്യുകയില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് സംസാരിക്കുന്നത് പ്രാർത്ഥന ആശ്വാസമോ എന്നുള്ള വിഷയത്തിൽ നിഷാദ് കൈപ്പള്ളി സംസാരിക്കുന്നു. താങ്ക് യു. പ്രാർത്ഥന എന്നുള്ള ഈ ഒരു ടേം തന്നെ ആദ്യം നമ്മൾ കുറച്ച് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. അവിടുന്ന് നമുക്ക് ഇത് തുടങ്ങാം. പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ശക്തി, ആ ഒരു ശക്തിയോട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, നമ്മളൊരു അഭ്യർത്ഥന കൊടുക്കുകയാണ്. ഇന്ന കാര്യം എനിക്ക് തരണേ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രോഗം മാറണമേ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പോകണമേ, ഇങ്ങനെയുള്ള കുറേ അഭ്യർത്ഥനകൾ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അയൽവക്കത്തുള്ള ശത്രു അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷം ആഗ്രഹിക്കുന്ന അയൽവക്കത്തുകാരൻ അവൻ്റെ മകൻ പഠിക്കാതിരിക്കട്ടെ, അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ, ഇങ്ങനെയും പ്രാർത്ഥിക്കുകയാണ്. അപ്പം പ്രാർത്ഥന പോസിറ്റീവായിട്ടും സംഭവിക്കാം, നെഗറ്റീവായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനിൽ ഈ ദൈവം ഏത് ആപ്ലിക്കേഷൻ എടുക്കും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. മാത്രമല്ല ഏത് ദൈവത്തിനോടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരും. ഇപ്പം ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ഈ മതങ്ങളിൽ തന്നെ ഉപമതങ്ങളുമുണ്ട്. അപ്പോൾ ഈ മതങ്ങളിലുള്ളവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പലതരത്തിലുള്ള പ്രാർത്ഥനകളും പല ആപ്ലിക്കേഷൻസും കൊടുക്കുമ്പോൾ ദൈവം എന്തായിരിക്കും ചെയ്യുന്നത്, ഏതിലായിരിക്കും ദൈവം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതുമാത്രമല്ല, ഒരു കാര്യം കൂടി ആലോചിക്കാനുള്ളത്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ നമ്മളുടെ ക്ഷീരപഥത്തിൽ ആകാശത്ത് രാത്രി നോക്കുമ്പോഴത്തേക്ക് ഒരു ലൂസ് സെറ്റ് ഓഫ് ലൈറ്റ്സ് നമുക്ക് കാണാം, കുറേ നക്ഷത്രങ്ങൾ കാണാം. അത് നമ്മളുടെ ഗാലക്സിയാണ് വിച്ച് ഇസ് ദ മിൽക്കി വേ. അപ്പം ഈ മിൽക്കി വേയിൽ ക്ഷീരപഥത്തിൽ ഏതോ ഒരു കോണിൽ കിടക്കുന്ന വെറും ഒരു അപ്രസക്തമായ ഒരു നക്ഷത്രമാണ് ഈ കിടന്ന് നമുക്ക് ഈ ചൂടടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ. ആ സൂര്യൻ്റെ ഒരു അപ്രസക്തമായ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അതിനേക്കാളും ഭീമാകാരന്മായിട്ടുള്ള വേറെ ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട്. നെപ്റ്റ്യൂണും സാറ്റേണും യുറൈനസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച, അതായത് സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവോപരി സർവശക്തനുമായിട്ടുള്ള ഭാവി ഭൂത വർത്തമാനം കാണാൻ കഴിയാവുന്ന ദൈവത്തിൻ്റെ പ്ലാൻ, ആ ദൈവത്തിൻ്റെ പ്ലാനിനെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു യാഗം നടത്തിയിട്ടോ ഒരു തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ടോ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമുണ്ടായതിന് ശേഷമല്ലേ ആശ്വാസം വരുള്ളൂ. എനിക്ക് ചന്ദ്രശേഖർ രമേശിനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഒരു തെളിവോടുകൂടി ഇതിനെ ഒരാൾക്ക് മറുപടി പറയാൻ കഴിയുക? തെളിവോടുകൂടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മകൻ പരീക്ഷയിൽ ജയിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ലോട്ടറി അടിച്ചു എന്നല്ലാതെ തെളിവ് സഹിതം എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കാൻ കഴിയുക? അത് വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രമാണ് നമ്മളെപ്പോഴും പറയാറ്. സയൻസിനൊരു മെത്തഡോളജി ഉണ്ട്. അത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ച, നമുക്ക് പുതിയതായിട്ട് അറിവ് സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ രീതി തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് നമുക്കറിയാം. നമ്മളിന്ന് കാണുന്ന എല്ലാ നേട്ടവും, ഇപ്പോൾ നിങ്ങൾ ബസ് സ്റ്റാൻഡ് കാത്തിരിക്കുന്ന ബസ്സായിരുന്നാലും ഇവിടെയുള്ള ഓരോ സാങ്കേതിക വിദ്യ ആയിരുന്നാലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ കഠിനമായ ശാസ്ത്രം കാംക്ഷിക്കുന്ന ആളുകളുടെ വർഷങ്ങളോളമുള്ള ഒരു തപസ്യയുടെ തന്നെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രേയറിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഫലമുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കണം. അങ്ങനെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അനുഭവം പറഞ്ഞാൽ എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ അനുഭവം നമ്മളെ ഡെയിലി പറ്റിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ സൂര്യൻ ഉദിക്കുകയല്ല. ഭൂമി കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് പടിഞ്ഞാറിന്ന് കിഴക്കേട്ട് കറങ്ങുന്ന സമയത്ത് കിഴക്കുന്ന് ഉദിച്ച് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഭൂമിയുടെ ആപ്പറൻറ്റ് മോഷൻ ഓഫ് ദ എർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. അതൊരു അനുഭവമാണ്. ഇവിടെ നിങ്ങൾ ബസ്സിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ബസ് സ്റ്റാൻഡ് പുറകോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, നിങ്ങളുടെ അനുഭവമാണ്. ഇങ്ങനെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മൾ ഡെയിലി നമ്മളെ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അനുഭവങ്ങളെ എടുക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം അതാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആ കാര്യം ശരിയായി കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് സയൻസിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ അനുഭവങ്ങൾ തീരെ എടുക്കാത്തത്. എന്നാൽ ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവങ്ങളെ മാറ്റി നിർത്തിയിട്ട് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി ഉണ്ട്, അത് ഉപയോഗിച്ച് പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലൈൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള, 2 ഗ്രൂപ്പുകളാക്കി ഉണ്ടാക്കിയിട്ടുള്ള, ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുകയും മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാതിരിക്കാൻ പറയുകയും ചെയ്തിട്ടുള്ള പഠനങ്ങളുണ്ട്.
അങ്ങനെയുള്ളത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്വാഭാവികമായി കാണാൻ സാധ്യതയുള്ള അത്രയും മാത്രമേ പ്രാർത്ഥനകൾ ഫലിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ആശ്വാസം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ശാസ്ത്രീയമായ പഠനങ്ങൾ കൊണ്ടുവന്ന് വേണം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ആശ്വാസമുണ്ട് എന്നൊക്കെ തെളിയിക്കാനായിട്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കാനെന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നല്ല, ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. ദൈവം എന്ന ഒന്നിൽ വിശ്വസിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് എന്ത് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്നത് തന്നെ ശാസ്ത്രീയമല്ല. ദൈവം എന്നതൊരു സങ്കല്പമാണ്, ഒരു ഊഹമാണ്, ഊഹാപോഹമാണ്. അതിൽ തന്നെ പലതരം വൈരുദ്ധ്യങ്ങൾ വരുന്നു. പല മതങ്ങൾക്ക് പല ദൈവങ്ങൾ വരുന്നു, 33 കോടി ദൈവങ്ങൾ വരുന്നു, അതല്ലാതെ ഏകദൈവം വരുന്നു. ഈ എല്ലാ ദൈവങ്ങളോടും സകലമാന മനുഷ്യരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ എവിടെയാണ് ശാസ്ത്രവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുക? അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥനയെയും ശാസ്ത്രത്തെയും ബന്ധിപ്പിക്കാൻ കഴിയുക? അതായത് നമ്മൾ ഈ ഏതൊരു കാര്യത്തെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവരെ അവരെ കൊണ്ട് പ്രാർത്ഥന ചെയ്യിപ്പിക്കുക. ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും? പ്രാർത്ഥനയെക്കുറിച്ചൊരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനെയാണ് സ്റ്റെപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം. അതിൽ കൊറോണറി ആർട്ടറി സർജറി കഴിഞ്ഞ് കിടക്കുന്ന 600 പേഷ്യൻസിൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രോഗ്രാം. ഈ 600 പേരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ പകുതി ആൾക്കാർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥന നടത്തുന്നുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നില്ല. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ഈ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് അവരുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ആങ്സൈറ്റി ഉണ്ടായി. ഈ ആങ്സൈറ്റി കാരണം അവർക്ക് സ്വാഭാവികമായി ഭേദപ്പെടേണ്ട അവസ്ഥയെക്കാളും കൂടുതൽ സമയമെടുത്തു ഭേദപ്പെടാൻ. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ കണക്ക് നോർമൽ ടൈമിൽ തന്നെ അസുഖം ഭേദപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് അതിൽ 600 അല്ല 500 പേഷ്യൻസിനാണ് ഇതേ കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തില്ല, പ്രാർത്ഥനയെ നടത്തിയില്ല, ഒന്നും സംഭവിച്ചില്ല. ഈ രീതിയിലാണ് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് മോഡൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല, ഒരുപാട് സമയം നഷ്ടമാകുന്നു, നമ്മൾ വെറുതെ സമയം ചിലവാക്കുന്നു, പണം ചിലവാക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ prayer.com അതുപോലെ പല തരത്തിലുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്നിരുന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് അവർ പോകും. അവർക്ക് അതിന് വേണ്ടി വണ്ടിക്കൂലി ചിലവും ബാക്കിയുള്ള ചിലവുകളെല്ലാം കൊടുക്കും. ഇത് കേരളത്തിലല്ല കേട്ടോ, ഇത് അമേരിക്കയിൽ നടക്കുന്നൊരു സംഭവമാണ്. അവിടെ പോലും ഇതുപോലത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളത് ആവശ്യം പോലെ ഡേറ്റ അവൈലബിൾ ആണ്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ട് സാന്ത്വനം കിട്ടുന്നുള്ള ചോദ്യം രണ്ടാമത് വരുന്നതാണ്. അതിൻ്റെ പ്ലസീബോ എഫക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ ബേസിക്കലി ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും, ഇനിയിപ്പോൾ ഡിങ്കനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും എല്ലാം ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്, ഒരു ഗുണവും ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഒരു മാസം ഒന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക, പ്രവൃത്തി നടത്തുക, കർമ്മം ചെയ്യുക, ഇതെല്ലാം ചെയ്ത് ഒരു മാസം പ്രാർത്ഥിക്കുകയേ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും മാറ്റങ്ങൾ അതിലുണ്ടാവുമെന്ന് കരുതാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ചോദ്യം. അതൊരു നല്ല ചോദ്യമാണോ? എനിക്കതിനോട് അഭിപ്രായമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്ന എത്രയോ പേരെ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം. ഈ ഒരു മാസം പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം അതിൻ്റെ ഇടയിൽ തുമ്മൽ വന്നാലോ ജലദോഷം വന്നാലോ പനി വന്നാലോ തട്ടി വീണാലോ എല്ലാം അവർ കരുതുന്നത് അത് ഒരു പ്രശ്നമായിട്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു, ഡബിൾ ബ്ലൈൻഡ് ആയിട്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അതാണ് ഒരു ശാസ്ത്രീയമായ രീതി. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു മാസം പ്രാർത്ഥിക്കാതിരിക്കും, നിങ്ങൾ തട്ടി വീണ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഒരു ഫാലസി തന്നെ ഉണ്ട്, പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറയും. നിങ്ങൾ
എന്താണോ അതിന് മുമ്പ് നടക്കുന്നത് അത് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദോഷങ്ങളെല്ലാം ഉണ്ടായെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പ്രാർത്ഥനയെപ്പറ്റി സീരിയസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ച് സാധിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കൈകാലുകൾ മുറിഞ്ഞു പോയ ഒരാളുണ്ടെങ്കിൽ അയാളുടെ നിങ്ങൾ എത്ര പേര് വേണോ ചേർന്ന് പ്രാർത്ഥിച്ചോളൂ, കൂട്ടപ്രാർത്ഥനയിലൂടെ കാല് വളർത്തി കാണിക്കൂ. ഈ ട്യൂമർ, ക്യാൻസർ അതൊക്കെ മാറ്റം എന്ന് പറഞ്ഞ് വരുന്നവർ ഒരുപാട് പേര് കാണും. കാര്യം ഇത് നമുക്ക് പുറമേ നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തൊരു ട്യൂമറിനെ മാറ്റി എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ കൈയോ കാലോ ഇനി വേറെ ഏതെങ്കിലും ഭാഗങ്ങളോ ഒക്കെ മുടി വളർത്തി കാണിച്ചാലും മതി. മുടി വളരാത്ത ഒരാൾക്ക്. അതെ, അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും സംശയം ചോദിക്കും. എത്രയോ പേര് അങ്ങനെ രക്ഷപ്പെട്ടതായിട്ട് അനുഭവ സാക്ഷ്യങ്ങൾ യൂട്യൂബിലൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമല്ലോ. വെരി ഗുഡ് പോയിന്റ്. അതായത് നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിനെ പറ്റിയാണ് ബനീഷ് പറഞ്ഞത്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ, അതൊരു ക്യാരക്ടർ ആക്ടർ വന്നിട്ട് അഭിനയിക്കുന്നതാണോ, ഇവർക്ക് എന്തെങ്കിലും മെഡിക്കൽ ടെസ്റ്റുകൾ ഇതിന് മുൻപും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷവും നടത്തിയിട്ടുണ്ടോ, ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഒരു ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തി ചോദിക്കേണ്ടത്. അല്ലാതെ യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അതുകൊണ്ട് ഇത് പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു തരം ഈ എന്താ പറയുക അപ്പീൽ ടു യൂട്യൂബാണത്. യൂട്യൂബിൽ വന്നതുകൊണ്ട് അത് ശരിയാണ് എന്നുള്ളൊരു ഒരു വാദമാണ്. അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്, ഈ ഒരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുക, ആ എക്സ്പെരിമെൻ്റ് അതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്, അതും ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ഈ വളരെ അധികം ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ എന്തെങ്കിലും പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു പീക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ലോട്ടറി എടുക്കുന്നത് കണ്ട് ഇവിടെയൊക്കെ ലോട്ടറി സ്റ്റോളുകളുണ്ട്. എങ്ങനെയാണ് ലോട്ടറി വർക്ക് ചെയ്യുന്നത്? അതിനൊരു ഒരെണ്ണം നറുക്കിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും അത് കിട്ടില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൂ, ഒരാൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണോ അയാൾക്ക് അത് കിട്ടുന്നത്? പ്രാർത്ഥനയെല്ലാം ഈക്വലായിട്ട് നിങ്ങൾ ചെയ്യൂ. അത് തന്നെ ഏറ്റവും നല്ലൊരു എക്സ്പെരിമെൻ്റാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവർ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ ഒരാളിന് മാത്രമേ അടിക്കുന്നുള്ളൂ, അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ കുറേ നമ്പറുകൾ കിട്ടുന്നുണ്ട്. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു സംശയം വരിക, ആ ഒരേ ഒരാൾക്ക് എന്താണ് എല്ലാ ഭാഗ്യവും നൽകാൻ ആ പറഞ്ഞ വ്യക്തി ആരെ പ്രാർത്ഥിച്ചോ ആ പറഞ്ഞ വ്യക്തി തീരുമാനിച്ചു എന്ന് വിചാരിച്ചാൽ അപ്പം നീതിമാനല്ലാത്തൊരു ദൈവത്തിനോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ? എല്ലാവരും ഒരേ രീതിയിൽ പ്രാർത്ഥിച്ചു, പക്ഷേ എല്ലാവർക്കും ലോട്ടറി ടിക്കറ്റ് അടിച്ചില്ല, എല്ലാവർക്കും ഭാഗ്യക്കുറി അടിച്ചില്ല. ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളാണ് പൊതുവേ കണ്ടുവരാറുള്ളത്. അതായത് നിരവധിയായിട്ടുള്ള ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു, ആരാധിക്കുന്നു. ഈ ഓരോ ദൈവത്തിനെയും അവരുടെ അംഗപ്രത്യംഗ വർണ്ണനകൾ നടത്തി അതിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ ഒരു ഭാഗത്തുണ്ട്. ഓരോ ദൈവത്തെയും പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ഒരു ഭാഗത്ത്, മറിച്ച് അതിൻ്റെ തൊട്ട് താഴെ ഈ പുകഴ്ത്തിയതിൻ്റെ പേരിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നൽകുക എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അഭ്യർത്ഥനാ രൂപത്തിലുള്ള പ്രാർത്ഥനകളുമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് അങ്ങോട്ട് പുകഴ്ത്തിയാൽ മാത്രമേ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ അതിനകത്തുണ്ടോ, ഒപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു കൈക്കൂലിയുടെ സ്വഭാവം അതിനകത്തുണ്ടോ? എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് മൊത്തം ഒരു സ്ലേവറിയുടെ മനോഭാവമാണ്. അതായത് ഇപ്പോൾ ഞാനാണ് ദൈവമെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ പ്രാർത്ഥിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെന്നും എന്നെ ഇരുന്ന് രാവിലെ കൈ കൊള്ളാം, കാല് കൊള്ളാം, കണ്ണു കൊള്ളാം, തല കൊള്ളാം എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഒന്ന്. ഇനി പ്രാർത്ഥിക്കുന്നവൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ഞാൻ ഇങ്ങനെ ഇരന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. എനിക്ക് അത് തരണേ, ഇത് തരണേ. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ താല്പര്യം അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കുഷ്ഠരോഗം തരണമെന്ന് താല്പര്യത്തോടു കൂടി അയാൾ നിങ്ങൾക്കൊരു കുഷ്ഠരോഗം തരികയാണ്. അവൻ പറയുകയാണ് എനിക്ക് വേണ്ട, എനിക്ക് ഈ കുഷ്ഠരോഗം എടുത്തോണേ, അല്ലെങ്കിൽ എനിക്ക് തരരുതായിരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ആലോചിച്ച് നോക്കുക. ഇയാൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാര്യം ഇയാൾ ചോദിക്കുന്നത്, അയാൾ വിശ്വസിക്കുന്ന എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാവരുടെയും കാര്യം തീരുമാനിക്കുകയും ചെയ്ത ദൈവത്തിനോടാണ് ഇയാൾ പറയുന്നത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എൻ്റെ ഈ കുഷ്ഠരോഗം തിരിച്ചെടുക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അത് 33 കോടി ദൈവമായിരുന്നാലും ഏത് തരം ദൈവമായിരുന്നാലും. അത് മാത്രമല്ല, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിന് തന്നെ ചില ഭാഷകളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ലാംഗ്വേജിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. എല്ലാ ഭാഷയിലൊന്നും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പം ദൈവം കേട്ടെന്നിരിക്കില്ല.
ഇപ്പം ചില ഈ ഉച്ചാരണവും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അറബിയിൽ മാത്രം പ്രാർത്ഥിക്കേണ്ട ചില ദൈവങ്ങൾ, വേറെ ഭാഷ കേൾക്കത്തില്ല, അറബി മാത്രമേ കേൾക്കൂ. പിന്നെ സംസ്കൃതം കേൾക്കുന്ന ദൈവങ്ങളുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട്. അതും ഉച്ചരിക്കുന്നതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് വള്ളിയോ പുള്ളിയോ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അർത്ഥം മാറിപ്പോവും. ആ വിധത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളാം. ഇപ്പം സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അറബി അറിഞ്ഞുകൂടാത്ത ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ പ്രോട്ടോക്കോളുകളെല്ലാം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുത്തം പ്രവർത്തിച്ചാലും ഒന്നും കിട്ടില്ല. കാര്യം ആർക്കും ഈ പറഞ്ഞ ഭാഷകളൊന്നും അറിഞ്ഞും കൂടാ, ഇത് പറയാനും അറിഞ്ഞൂടാ, ഉച്ചരിക്കാനും അറിഞ്ഞൂടാ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അവർ വന്ന് പറയുന്നത് ഈ ഹേർഡിൽസ് ഓഫ് എന്താ പറയുക കോമ്പിറ്റൻസ്. നമ്മൾ ഈ സംഗതി നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ഫലം കിട്ടൂ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപ കൊണ്ട് കിട്ടിയതാണെന്ന് പറയും. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതിൽ എന്തോ പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഉച്ചാരണം ശരിയായിട്ടില്ല. ഇതിപ്പോൾ പ്രാർത്ഥനയുടെ വളരെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള പല വിഷയങ്ങൾ നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കോവിഡ്, ഇപ്പോൾ മങ്കി പോക്സ്, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ്, പല മനുഷ്യനാൽ നിർമ്മിക്കാത്ത, മനുഷ്യൻ്റെ തന്നെ ഡയറക്റ്റ് ഇടപെടലില്ലാതെ തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട് മനുഷ്യർ. കൊച്ചു കുഞ്ഞുങ്ങൾ പല രോഗങ്ങളായിട്ട് ജനിക്കുന്നുണ്ട്. അവർ യാതൊരു പാപവും ചെയ്തിട്ടില്ല. അവരൊന്ന് ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പല വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു, അല്ലെങ്കിൽ പല ക്യാൻസേഴ്സോടുകൂടി ജനിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ദൈവനിമിത്തമായി തരുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് തരുന്നതായിട്ടാണ് പറയുന്നത്. പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നിങ്ങൾ സംഭവിക്കുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇന്ന കാരണങ്ങളുണ്ട്, എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് നടക്കാത്തത്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കാര്യം നടന്നതെന്ന് പറയും. ഇതൊക്കെ ഓരോ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്ക്യൂസസ് ആണ്. നടക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ എക്സ്ക്യൂസസ് കണ്ടെത്തും. അപ്പോൾ ഇവിടെയൊക്കെയുള്ള കുഴപ്പം എന്താണെന്ന് ചോദിക്കും. ഇതുകൊണ്ട് ഇതിലുള്ള ആശ്വാസം, ഇതിലെന്താണ് ആശ്വാസം, എന്താണ് ആശ്വാസം എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. സത്യത്തിൽ ഇതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. വെറുതെ സമയം നമ്മൾ പാഴാക്കി കളയാണ്. നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഈ വെറുതെ പണം ചിലവാക്കി, ഇതിന് പണച്ചെലവുണ്ട്. പ്രാർത്ഥനയ്ക്ക് പണച്ചെലവുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിനും പണച്ചെലവ്. മതം പണം ഇല്ലാത്തൊരു പരിപാടിയല്ല, ഇതിന് ചിലവുണ്ട്. ഇത് നമ്മുടെ സമയച്ചെലവുണ്ട്. ഈ പറഞ്ഞ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ നമുക്ക് ടൈമാണ് മണി, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദർ ഇസ് വാല്യൂ ഫോർ ഇറ്റ്. ആ വാല്യൂ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയുണ്ട്, ഹോപ്പ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഹോപ്പ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഈ പ്രാർത്ഥനയിൽ വെറുതെ നമ്മൾ ഹോപ്പ് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് തിരിച്ചെന്താ കിട്ടുന്നത്? ഡിസപ്പോയിൻമെൻറ്റ്. നമ്മോടൊപ്പം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു യാത്രക്കാരനാണെന്ന് തോന്നുന്നു. എന്താണ് പേരെന്ന് പറഞ്ഞിട്ട്? മുസ്തഫ. ഇപ്പോൾ കോടാനിക്കോടി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഓരോ മൂലം, അങ്ങനെ ഓരോ നക്ഷത്രം പറഞ്ഞിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത്. ഈ നക്ഷത്രത്തിന് ജനിച്ച ആൾക്ക് ഇന്ന അയപ്പ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അവർ വിശ്വസിക്കേണ്ടത്? ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ദൈവത്തിനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ വന്നാൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ദൈവത്തിനോട് കിട്ടൂലേ? പക്ഷേ ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ആ പ്രാർത്ഥിച്ചാൽ കിട്ടൂലേ അങ്ങനെയാണെങ്കിൽ? ആദ്യത്തെ ചോദ്യം ആസ്ട്രോളജിയും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എന്തിനാണ് മനുഷ്യർ ഈ ആകാശം നോക്കി തുടങ്ങിയെന്നുള്ളത് നമ്മൾ മറന്നുപോയതിൻ്റെ ഒരു പ്രശ്നമാണ്. പണ്ട് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അറബ് നാടുകളിൽ, ബാബിലോണിയയിൽ, അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം, അതുപോലെ തെളിഞ്ഞ ആകാശമുള്ള എല്ലാ സ്ഥലത്തും, നമ്മുടെ നാട്ടിലൊക്കെ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് ആകാശം നോക്കിയിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സമയമറിയുക, രണ്ടാമത്തത് ഡേറ്റ്. ഇന്നത്തെ പോലെ നമുക്ക് കലണ്ടറില്ലാത്ത കാലമാണ്. അപ്പോൾ സമയം കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം തീയതി എന്നാണെന്നറിയുക. സീസൺസ് മനസ്സിലാക്കുക, ഋതുക്കൾ എപ്പോഴാണ് മാറി വരുന്നത്. കാര്യം ഒരു കാർഷിക സംസ്കാരമാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വിത്ത് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് കൊയ്യേണ്ടത്, ഇതൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകാശം നോക്കുക. അതുപോലെ ദിക്കറിയാനായിട്ട്, ഇപ്പോൾ മരുഭൂമിയിലൂടെയൊക്കെ വളരെ ദൂരം സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ ഒട്ടകത്തിൻ്റെയൊക്കെ പുറത്ത് വളരെ ദൂരം ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയും അറേബ്യൻ നാടുകളുമായിട്ടൊക്കെ. അപ്പോൾ ഈ മരുഭൂമി വഴി പോകുന്ന സമയത്ത് റോഡൊന്നുമില്ല, സൈൻ ബോർഡില്ല, GPS ഇല്ല, ഗൂഗിൾ മാപ്പില്ല. അവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു നക്ഷത്രം. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു ചന്ദ്രൻ ഇങ്ങനെ സൂര്യൻ പോകുന്നത് പോലെ തന്നെ, അതായത് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പം വളരെ ന്യൂ മൂൺ കഴിഞ്ഞാൽ, അതായത് കറുത്തവാവ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പൂള് പോലെ പടിഞ്ഞാറ് ഭാഗത്ത് കാണും, പിറ പോലെ ഇങ്ങനെ കാണും. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ അപ്പോൾ ഒരു നക്ഷത്ര ഗണം ഉണ്ടാവും. ആ
നക്ഷത്രഗണത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് ഡേറ്റ് പറയുന്നത് പോലെ ഓരോരോ നക്ഷത്രക്കൂട്ടത്തിന് ഓരോ പേര് കൊടുത്തു. അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് 28 ദിവസം വരെ, ഒരു ചന്ദ്രമാസം വരെ നോക്കാനായിട്ട് സൗകര്യമുള്ള ഒരു കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സയൻസിൽ നമ്മൾ ഈ പ്ലാനറ്ററി മോഷൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കുന്നത് കെപ്ലറിൻ്റെ നിയമമാണ്. കെപ്ലർ പോലും വാലസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ ജ്യോത്സ്യനായിട്ട് മാറി എന്നുള്ള തമാശയുണ്ട്. കാര്യം ദ്രവ്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? നക്ഷത്രവും ഡേറ്റും ഒന്നും അറിയാനായിട്ട് ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പോകണ്ട. അപ്പോൾ പറ്റുന്ന ഒരു ചൂഷണം എന്ന് പറയുന്നത്, നീ ഈ ദിവസം ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന ദോഷങ്ങളുണ്ട്, അത് ജ്യോത്സ്യനെ കണ്ടാലേ തിരിച്ചറിയുള്ളൂ, അതിന് നീ പോയി പ്രാർത്ഥിച്ചോളൂ, ശനിദേവനെ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ യുറാനസിനെ പ്രാർത്ഥിക്കൂ, നിനക്ക് ഭേദമാകും എന്ന് പറയുന്നത്. ഇതിനകത്ത് യുറാനസിനെ പ്രാർത്ഥിക്കാൻ പറയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് 5 ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ ഈ ശനി, അല്ലെങ്കിൽ വ്യാഴം, ബുധൻ, വെള്ളി, ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ മാത്രം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം എനിക്കൊന്ന് നിഷാദ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചോദിക്കൂ. ഒന്നുകൂടി ചോദിക്കൂ. ആ ചോദ്യം എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ജനങ്ങൾ നയിക്കുന്ന പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് ഇവർ കൊണ്ടു കൊടുക്കുന്നത്. അതല്ലാതെ നേരിട്ട് കിട്ടുന്നതാണെങ്കിൽ അതൊരു ചൂഷണമാണോ എന്നാണ് ചോദ്യം. അതെ, അത് ചൂഷണം തന്നെയാണ്. കാര്യം ഈ എല്ലാ മതത്തിൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മളായിട്ട് കൊടുക്കുന്ന സംഭാവന, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ പിടിച്ചു പറിക്കും, അവർ പിടിച്ചു വാങ്ങും. പക്ഷേ അതിനെ പിടിച്ചു പറിയെന്നല്ല പറയുന്നത്, അതിന് അവർ ചാരിറ്റി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർ ഇപ്പം മരിപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ബോഡി മറവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു തുകയുണ്ട്. അത് അവരുടെ ദേവാലയത്തിൽ തന്നെ മറവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക തുകയുണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇല്ലാതായത്. ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. പണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക ക്രൈസ്തവ ഗ്രൂപ്പിലൊക്കെ തെമ്മാടിക്കുഴി ഉണ്ടായിരുന്നു. അപ്പം ഈ ജനനം, വിവാഹം, മരണം, ഈ 3 ഘട്ടങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്, ഇതിനെ ആങ്കർ ചെയ്തുകൊണ്ടാണ് മതം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അപ്പം ഈ ആങ്കറിങ് നിങ്ങളങ്ങ് മാറ്റിയാൽ മതി. അപ്പം മതത്തിൻ്റെ സ്വാധീനം അവിടെ തന്നെ ഇല്ലാതാവും. ജനനത്തിന്, വിവാഹം, മരണം, ഇത് നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന ഒന്ന് ഈ വിവാഹമാണ്. വിവാഹത്തിൽ ഈ മതത്തിൻ്റെ സ്വാധീനത്തെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ വലിയൊരു രീതിയിൽ ചിലവ് അവിടെ കുറയുകയാണ്, ഒരു വരുമാനം കുറയുകയാണ്. അപ്പോൾ മതത്തിനെ ശോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അതിനെ വിമർശിക്കുക മാത്രമല്ല, അതിൻ്റെ ഫണ്ടിങ് കുറയ്ക്കുക. അതിൽ നിന്നാണ് ഈ കെട്ടുകഥകൾ അവർ ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. എൻ്റെ പേര് മാഹിർ, ഞാനിവിടെ പയ്യനാട് നിന്നാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു മതമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്താണ് അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു മതം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. പടച്ചോൻ പറയാണ് അലക്ക് എന്ന് പറഞ്ഞാൽ അറബി അറിയോ? എവിടെ പറഞ്ഞു? സൂറത്തുൽ അലക്ക്, സൂറത്ത് ആദ്യം 5 ആയത്തുകൾ. ഓക്കെ, പറയൂ. അലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചവച്ചരച്ചത് പറഞ്ഞാല് ഈ ഗർഭപാശയത്തിൽ നമ്മൾ മനുഷ്യരുണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ചവച്ചൊരു ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകന്, അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെ അത് ലഭിക്കും? ഒരു മിനിറ്റ്. അലക്കല്ലേ, ഹോൾഡ് ഓൺ, ഐ വിൽ ടെൽ യു. ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതായത് ഈ ബബിൾഗം ചവച്ചതുപോലെ ഇരിക്കുന്ന പോലെയുള്ള പടങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇത് നിങ്ങൾ ഒരുപാട് ഇസ്ലാമിക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ വേറെ പെർസ്പെക്റ്റീവിലുള്ള പടവും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നേരിട്ട് എന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ചവച്ചരച്ചതുപോലെയാണോ ഇരിക്കുന്നതെന്നൊന്നും നോക്കുക. അങ്ങനെ അല്ല ഇരിക്കുന്നത്. ഓൺടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? അപ്പോൾ അന്ന് കുറെ ചിത്രങ്ങൾ ഇറക്കിയില്ലേ, ആ ചിത്രങ്ങളിലുള്ള ചില ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ തന്നെയല്ല എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത്. ഈ അബോർഷൻ ഉണ്ടായിട്ട് എത്ര കാലമായി? ഈ അറിയാതെ ഈ പ്രസവം കലങ്ങി പോകുന്നത് എത്ര കാലം ഉണ്ടായി കാണും? ഇങ്ങനെ പ്രസവം അലസി പോകുന്ന, അതിനെ കുറിച്ചൊന്നും അത് മാത്രമല്ല, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. നിങ്ങളുടെ നിയമമാണ്, എന്റെ നിയമമല്ല. ഒരു പ്രസവം അലസി പോകുന്നത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? എങ്ങനെ പ്രസവം അലസി പോകുന്നത് ഒരു വയബിൾ അല്ലാത്തൊരു ഫീറ്റസ് അറിയില്ല.
മനുഷ്യനോ ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും, അതായത് ഒരു പ്ലസന്റൽ ഇതായിട്ടുള്ള മാമൽസ് ഉള്ളതിനെല്ലാം ഒരു ഫീറ്റസ് വയബിൾ ആയില്ലെങ്കിൽ, അതായത് അത് ഭ്രൂണം പൂർണ്ണമായി ഫോം ചെയ്തില്ലെങ്കിൽ വളരെ ചെറിയ സമയത്ത് തന്നെ അത് അലസി പുറത്തേക്ക് പോകും. ഏത് ഒരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് പോയതാണെന്ന്. പട്ടിക്കും പൂച്ചയ്ക്കും ബാക്കിയുള്ള ജീവികൾക്കും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് കാണാത്ത ഒരു കാര്യമൊന്നുമല്ല, മനസ്സിലായില്ലേ? അന്ന് എഴുതി വെച്ചിരുന്ന ഒരു കാര്യത്തിനെ എടുത്തിട്ട് സൗകര്യത്തിന് വേണ്ടി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം. 1400 വർഷം മുമ്പല്ല, ഇതിനേക്കാളും ഒക്കെ മുമ്പ് ഗ്രീക്ക്, അതുപോലെ മെസപ്പൊട്ടേമിയ, ഇവിടെ എല്ലാം തന്നെ ഇതേ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് വന്നു എന്ത് ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ട് സാധനം, ആ ഷിപ്പ് തകർന്നു പോയി. എന്ത് ടൈറ്റാനിയം അല്ല, ടൈറ്റാനിയം ഒരു ലോഹമാണ്. ഓക്കെ, ആ ഷിപ്പ് പൊളിഞ്ഞ്, ആ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കുറച്ച് ആളുകൾ കോടികൾ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിലോട്ട് യാത്ര ചെയ്യുക. അദ്ദേഹം ആഴക്കടലിലെ ഇരുട്ടിലേക്ക് പോവാണ്. ഐ ക്യാൻ ഗെസ് ദാറ്റ്. കടലിനടിയിൽ ഒന്നാമത് ഇരുട്ടല്ല, അത് മണ്ടത്തരമാണ്. കാര്യം അവിടെ ബയോലൂമിനസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനമുണ്ട്. നിങ്ങൾ പോയി ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ, സ്റ്റഡീസ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. വളരെ പ്രകാശമുള്ളതാണ് ഏറ്റവും അടുത്തട്ട് കേട്ടോ. പല സ്ഥലങ്ങളും ബയോലൂമിനസെൻ്റ് ആയിട്ടുള്ള ജീവികളുണ്ട്, പലതരം ഫ്ലോറ ആൻഡ് ഫോണ വളരെ ലൂമിനസെൻ്റ് ഉണ്ട്. ആഴക്കടലിൽ ഇരുട്ടല്ല, അത് തെറ്റാണ്, അത് വേറെ കാര്യം. ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ബയോലൂമിനിസെൻസ് ഉള്ള ബാക്ടീരിയയെ അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് തന്നെ സ്വയം പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പലതരത്തിലുള്ള മത്സ്യങ്ങൾ, ആംഗ്ലർ ഫിഷ്, അതിൻ്റെ അറ്റത്തൊരു ടോർച്ച് പോലത്തെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ബൾബ് കെട്ടിയിട്ടിട്ടുള്ള പോലെയൊക്കെ ഒരുപാട് മത്സ്യങ്ങളിൽ, മാത്രമല്ല പല ജനസിലുള്ള മത്സ്യങ്ങളിൽ ബയോലൂമിനിസെൻസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇത് പല മത്സ്യം പിടിക്കുന്നവർ തന്നെ ഇതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇത് ചത്തുപോകും. കാരണം ഇതിൻ്റെ പ്രഷർ വേരിയൻസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് ആഴക്കടലിൽ ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു സംഗതിയാണ്. ആഴക്കടലിൽ ഇരുട്ടല്ല. ഓക്കെ, വളരെ സന്തോഷം ഇങ്ങനെ ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ ഒരു വേദി ഒരുക്കിയത്. അപ്പോൾ നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മതചടങ്ങുകളിൽ അല്ലെങ്കിൽ മതവിശ്വാസികൾ ആളുകളുടെ പണം നിർബന്ധപൂർവം കൈവശപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാമർശം, സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏറ്റവും സന്തോഷത്തോടു കൂടെ പണം നൽകുന്നത് മതത്തിനാണ്. അത് നൽകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വളരെ വലുതാണ്. അപ്പോൾ ഈ മതവിശ്വാസികൾക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾക്ക് അറിയും. പിന്നെ പ്രാർത്ഥന, ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് അതിൻ്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മതവിശ്വാസികൾക്ക് പ്രാർത്ഥന കൊണ്ട് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മതവിശ്വാസികളാണ്. ഇവിടെ ലോകത്തുള്ള മതവിശ്വാസികൾക്ക് മുഴുവൻ അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ്, ഒന്നിലും വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ വളരെ സുഖമാണ്. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസമുണ്ടാകും, എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും വിശ്വാസമുണ്ടാകും. അപ്പോൾ മതവിശ്വാസികൾ എന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം മറ്റെല്ലാ ആശ്വാസങ്ങൾക്കും അപ്പുറമാണ് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും വല്ല കാര്യത്തിലും വല്ല വിശ്വാസം എന്ന് പറഞ്ഞ് ഈ വിശ്വാസത്തിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് എന്തിനെങ്കിലും വിശ്വാസമുണ്ടോ, വിശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങളായിട്ട് ചോദിച്ചാൽ നമുക്ക് സൗകര്യമാണെന്നുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മതവിശ്വാസികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോഴുള്ള സുഖം മനസ്സിലാവില്ല എന്ന്. ഞാൻ ഒരു യുക്തിവാദിയായി ജനിച്ച ഒരാളൊന്നുമല്ല, ഒരുപാട് കാലം മതവിശ്വാസിയായിട്ട് തുടർന്ന ഒരാളാണ്. ഞാനൊരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെയുള്ള സമയത്തൊക്കെ നല്ല മതവിശ്വാസി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇനി എങ്ങാനും ഒരെണ്ണം ഉണ്ടെങ്കിലോ എന്നുള്ളൊരു വിശ്വാസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൈസ കൊടുക്കുന്നതിൽ ഇപ്പം ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് ആനന്ദം കിട്ടിക്കൊണ്ടിരുന്നു. എനിക്കറിയാം എന്തുവാണത് ആനന്ദം. ആ ആനന്ദം ശരിയല്ല, അതൊരു ആശ്വാസമല്ല എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പം ബിവറേജസിൽ പോയി മദ്യം വാങ്ങിക്കുന്നവന് പൈസ ചിലവാക്കുന്നു എന്നുള്ളതിന് ആശ്വാസമുണ്ട്, കാര്യം അതിനുള്ള കിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മതം എന്ന് പറഞ്ഞ ലഹരി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് ആ ഒരു മതവിശ്വാസിയായിരുന്ന കാലത്ത് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് എനിക്ക് വളരെ ഭംഗിയായിട്ടറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് പറയരുത്. സ്ലോലി നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ക്രമേണ ഇല്ലാതായി പോയിരുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാതായി പോകുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്.
അല്ലാതെ ഒരു ദിവസം ഈ തലയിൽ തേങ്ങ വീണപ്പോൾ ഉടനെ യുക്തിവാദിയാവുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. വളരെ ഗ്രാജുവലായിട്ട് ഇപ്പോൾ പല വിഷയങ്ങൾ പഠിക്കേണ്ടി വരും. വളരെ അധ്വാനമുള്ള ഒരു പണിയാണ് ഈ ഒരു നിരീശ്വരവാദിയെ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കണം. അസ്ട്രോണമി ആയാലും ഇതുപോലെ എംബ്രിയോളജി എന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. നമുക്ക് ഈ പറഞ്ഞതുപോലെ വൈഫൈ കണക്ഷൻ വഴി ഒരു സാധനവും കിട്ടില്ല. എല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സമയം ചിലവാക്കി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചോദിച്ചാലും പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ക്രമേണ ചെയ്ത് എത്തിച്ചേരുന്ന ഒരു പൊസിഷനാണ് ഈ നാസ്തികത എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ആ ഒരു പൈസ കൊടുക്കുമ്പോൾ ഉള്ളൊരു സുഖം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ പിന്നെ ഒരു കാലത്ത് ഒരു അവിശ്വാസിയാവുന്ന കാലത്തോ അല്ലെങ്കിൽ മാറി നിന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പണം യു ആർ വേസ്റ്റിംഗ് ഇറ്റ്. നിങ്ങൾ പൈസ ഒരു ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുന്നതിന് തുല്യമാണ്, വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണെന്നുള്ളത് മനസ്സിലാവുന്നത് വളരെയധികം സമയം കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. ഇനിയുള്ള ഒരു ചോദ്യം, വിശ്വാസം എന്തെങ്കിലും കാര്യത്തിനകത്തുണ്ടോ എന്നുള്ളത്. മലയാളത്തിൽ വിശ്വാസം എന്നൊരൊറ്റ വാക്കേ ഉള്ളൂ. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ബിലീഫ് എന്നുള്ള അർത്ഥത്തിലും ട്രസ്റ്റ് എന്നുള്ള അർത്ഥത്തിലും ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്നുള്ള അർത്ഥത്തിലും പറയുന്ന 3 വാക്കുകൾക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ്. ഇപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ഭാര്യയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കാര്യം പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ് ആ ട്രസ്റ്റിന് കാരണം. പക്ഷേ ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഫെയ്ത്തിനകത്ത് വിശ്വസിക്കുക, ഞാൻ അങ്ങനെ ഒരു സാധനത്തിനകത്ത് വിശ്വസിക്കുന്നില്ല. തെളിവില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഹോമിയോപ്പതി ഞാൻ വിശ്വസിക്കുന്നില്ല. ആയുർവേദം ശാസ്ത്രീയമാണോ എന്നൊരു അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ അത് അശാസ്ത്രീയമാണ്, ഞാനത് ഉപയോഗിക്കില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളെ നമ്മൾ അങ്ങനത്തെ ഒരു ലോകവീക്ഷണമാണ്. പ്രാർത്ഥന പഠിച്ചു നോക്കിയിട്ടുണ്ട്. ഇനി വിശ്വാസം ഇല്ലാത്ത പലർക്കും ഉള്ളൊരു കാര്യമാണ് സ്പിരിച്വലിസം എന്ന് പറയുന്ന സാധനം. ഞാൻ പ്രത്യേകിച്ച് ഒരു ശക്തിയൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ ഞാൻ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. അങ്ങനെ സ്പിരിച്വലിസ്റ്റുകൾക്ക് പ്രാർത്ഥനയിൽ കൂടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതെല്ലാം വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പേപ്പറുകൾ, സയൻറ്റിഫിക് പേപ്പറുകൾ ഇന്ന് അവൈലബിൾ ആണ്. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അധ്വാനിക്കണം. ഈ പൊതുവേ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇപ്പോൾ 2 പേരാണ് നിരീശ്വരവാദികളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും നിരീശ്വരവാദികളാണ്. കാരണം ഇവിടെ 10,000-കണക്കിന് ദൈവങ്ങളും വിശ്വാസങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയാണ്. അപ്പോൾ 10,000 ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തിനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ആ ദൈവത്തിന് പോലും വിശ്വാസമില്ല. അപ്പം നിങ്ങൾ നിരാകരിച്ച 999 ദൈവങ്ങളെ നിങ്ങൾ നിരാകരിക്കുകയാണ്. അതിൽ ഒരെണ്ണത്തിനെ മാത്രം എടുക്കുന്നു. നമ്മൾ പ്ലസ് വൺ നമ്മൾ ആ ദൈവത്തിനെയും നമ്മൾ തള്ളിക്കളഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും ഇപ്പം തമ്മിലുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും യഥാർത്ഥത്തിൽ ദൈവവിശ്വാസമൊന്നും ഇല്ല. അങ്ങനെ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കില്ല, നിങ്ങൾ ബസ്സിൻ്റെ ടൈം ടേബിൾ നോക്കില്ല, നിങ്ങൾ വിശ്വസിച്ച് തന്നെ കാര്യങ്ങൾ നടത്തും. നിങ്ങളെല്ലാം പല കാര്യങ്ങളും യുക്തി ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ യുക്തി ഉപയോഗിച്ചാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾ ക്രോസ് ചെയ്യുന്നതും ഞാൻ ക്രോസ് ചെയ്യുന്നതും എല്ലാം യുക്തിസഹമായിട്ട് തന്നെയാണ്. അവിടെ ഒന്നും നിങ്ങൾ വിശ്വാസത്തെ അല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്. നിങ്ങളെല്ലാം യുക്തിവാദികളാണ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഹോപ്പ്, നിങ്ങളുടെ കൊതി, നിങ്ങളുടെ പേടി, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊന്നും ദോഷമൊന്നും വരല്ലേ എന്നുള്ള ഹോപ്പ്, അതിൻ്റെ പേരാണ് നിങ്ങൾ ദൈവം എന്ന് കൊടുക്കുന്നത്. അതിന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ആ പണം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ആനന്ദം കിട്ടുന്നു. ആ ആനന്ദം കിട്ടുമെന്ന് പറയുന്ന ആ വസ്തുവിനെയാണ് ഡോപ്പമീൻ. ആ ഡോപ്പമീൻ സെക്രീഷൻ നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്നു. ആ സുഖം, സഹോദരൻ പറഞ്ഞ സുഖം കിട്ടുന്നു എന്ന് പറയുന്നത്, മദ്യം എന്ന ലഹരി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ സെക്രീഷനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പ്രസരിപ്പിക്കുന്നത്. ആ സുഖമാണ് ആ സഹോദരൻ ഇവിടെ പറഞ്ഞത്. സുഖം, പണം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കും എന്ന് പറയുന്ന നിങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കാമോ? എവിടെയാണ് നിങ്ങളുടെ ജീവൻ? എന്താണ് ജീവൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ. അതല്ല, ഇത് ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, അതിന്റെ മറുപടി പറയാം. ചോദ്യത്തിന് നിങ്ങൾ ജീവൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലേ, ജീവനെ നിർവചിക്കൂ. അതെ, നിർവചിക്കൂ, ഡിഫൈൻ. അനിർവചനീയമായ ഒരു പ്രതിഭാസമാണ് ജീവൻ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു സാധനമാണ് ജീവൻ. ഒരിക്കലുമല്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് സയന്റിഫിക്കലി സോൾ, സ്പിരിറ്റ് എന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് ഡെഫിനിഷൻ പറയാൻ കഴിയില്ല.
ഇല്ല. അപ്പൊ അനിർവചനീയമായ ഉള്ളതിന് നിങ്ങൾ മാത്രമേ വെറും definition ഉള്ളൂ. ശാസ്ത്രത്തെ മാത്രം അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ജീവൻ എന്ന ആ പ്രതിഭാസത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അഥവാ നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ശാസ്ത്രത്തിന് ജീവനെ നിർവചിക്കാൻ കഴിയും, പക്ഷേ സോൾ അല്ലെങ്കിൽ ആത്മാവിനെ നിർവചിക്കാൻ കഴിയില്ല. കാര്യം ശാസ്ത്രത്തിന് ഉള്ളതിനെ മാത്രമേ നിർവചിക്കാൻ കഴിയുള്ളൂ, ഇല്ലാത്തതിനെ നിർവചിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ നിർവചനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യാം, അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അത് ഫെയിലായാൽ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോവാം, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഒരു സംഗതി, ഇതോ ഇരിക്കുന്ന ഒരു സാധനം, ഒരു സംഗതി എന്നാണ്. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഉപാപചയ പ്രവർത്തനം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നു, ഫുട്ബോൾ കളി നിർത്തി. ആ ഫുട്ബോൾ കളി എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കളിച്ചുകൊണ്ട് എല്ലാ പ്ലെയേഴ്സും ഒരുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു കാര്യമാണ് ജീവനുള്ളത് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഓരോരോ കോശങ്ങളും ജീവനുള്ളതാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതായതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലിരുന്ന് ജീവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ഞാനെന്ന് പറയുന്നത് എൻ്റെ മസ്തിഷ്കമാണ്. എൻ്റെ മസ്തിഷ്കം പറയുന്ന കാര്യങ്ങൾ, എൻ്റെ മസ്തിഷ്കത്തിൻ്റെ അപ്പൻഡേജസ് ആണ് എൻ്റെ കൈയും കാലും എല്ലാം. എനിക്ക് അങ്ങോട്ട് നടക്കണമെന്ന് എൻ്റെ മസ്തിഷ്കം പറയുമ്പോൾ എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ കൈയും കാലും അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സാധനമാണ്. മെറ്റബോളിസം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ കോശങ്ങളെ എടുത്ത് നോക്കിയാൽ പോലും അതിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റും. കാര്യം നമ്മൾ മരിക്കുന്ന ഒറ്റ അടിക്കല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യനെ മരിക്കുക എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെം ആക്ടിവിറ്റി ഒന്നും ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ ഹൃദയത്തിന് ഇടിക്കാം, തെറ്റൊന്നുമില്ല. ഹൃദയത്തിൻ്റെ പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓരോ കോശങ്ങൾ മരിക്കുന്നത് ഓരോ സമയത്താണ്. നിങ്ങൾക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് മരിക്കാത്തത് കൊണ്ടാണ്. മരിക്കാത്ത അവയവങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പല കോശങ്ങളും ജീവിച്ചിരിക്കും. നിങ്ങൾ മരണമെന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാലും പല കോശങ്ങളിലും ജീവനുണ്ടാവും, ഓരോ കോശങ്ങൾക്ക് ജീവനുണ്ടാവും. നിങ്ങളുടെ ഒരു കോശത്തിൽ നിന്ന് വേണമെങ്കിൽ ക്ലോൺ ചെയ്ത് നിങ്ങളെപ്പോലെ ഒരാളിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ ഒരാളിൽ നിന്ന് പോലും പറ്റും. അതാണ് നമുക്ക് ഇന്ന് ശാസ്ത്രം നിൽക്കുന്ന ഒരു ഏരിയ. അതുകൊണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ജീവൻ ഒരു പ്രോസസ്സാണ്, അതാണ് നമ്മൾ ആദ്യം അതിന് മനസ്സിലാക്കേണ്ടത്. അത് മെറ്റബോളിസം ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്, അതായത് ഉപാപചയ പ്രവർത്തനം, ഈ കോശങ്ങളെ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ, പിന്നെ പ്രത്യുൽപാദനം, അതിൻ്റെ പകർപ്പെടുക്കുക, ആ ഒരു ജീവവസ്തുവിൻ്റെ വേറൊരു പകർപ്പെടുക്കുക. അത് ചിലപ്പോൾ ഒരു സെല്ലിൻ്റെ ഡിവിഷൻ കൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നതായിരിക്കാം, ഒരു ജീവിയുടെ തന്നെ സമൂലമായ മറ്റൊരു പകർപ്പെടുക്കുന്നതായിരിക്കും. ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല, അതൊരു ആ പരിണാമത്തിൻ്റെ ഒരു ചെയിനിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. സോ കണ്ടിന്യൂവേഷനാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ ചുറ്റിനും നിൽക്കുന്നതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള മാറ്ററാണ്, എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളാണ്, ജൈവ പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ജീവനുണ്ടോ? ജീവനുണ്ട്. പക്ഷേ ഈ ജീവൻ എന്നുള്ളതിനെ നിർവചിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വെറുതെ ആത്മാവ്, പ്രാണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് വളരെ അവ്യക്തമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇത്ര വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പ്രാർത്ഥന ആശ്വാസമാണോ എന്നുള്ള നമ്മുടെ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഇപ്പോഴും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു അപകടാവസ്ഥയിലായി എന്ന് അറിയുന്നു. നമ്മളുടെ ഒരു സുഹൃത്ത് വരുന്നു, ഇങ്ങനെ വലിയ ICUവിൽ കിടക്കുകയാണ് എന്ന് പറയുന്നു. ആ സുഹൃത്ത് അത് കേട്ടിട്ട് എല്ലാം അന്വേഷിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതില്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നായിരിക്കുമോ നിഷാദ് കൈപ്പള്ളിയെ പോലെയുള്ള ഒരാൾ പറയുക? സോ സോറി, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഞാൻ പറയാം. അതായത് ഒരു വളരെ അടുത്തൊരു റിലേറ്റീവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നായിരിക്കുമോ പറയുക എന്നുള്ളതാണ് ചോദ്യം. ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനൊരു 1,00,000 രൂപ എനിക്കൊരു കടം വീട്ടാനുണ്ട്, എനിക്ക് തരുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആരോട്, എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, പൈസ ഇല്ല കേട്ടോ, പക്ഷേ ആ പ്രശ്നം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇവൻ എന്തൊരു ഡാഷ് ആടാ എന്നായിരിക്കും. കാര്യം കൈ പൊള്ളാത്ത സഹായങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രാർത്ഥന. ആർക്ക് വേണോ ഓഫർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് ചുമ്മാ
പറയാം. പക്ഷേ നിങ്ങളിൽ ഒരാൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 തവണ ആലോചിക്കും. അപ്പോൾ ചുമ്മാ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കൂട്ടയിരിക്കുന്ന ഒരു കുട്ടി ഒരു പെൻസിൽ ചോദിച്ചാൽ കൊടുക്കാത്തവൻ പോലും അവനൊരു അസുഖം വന്നാൽ പ്രാർത്ഥിക്കാമെന്ന് അവനും അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും പറയും. ഇതാണ് അതിൻ്റെ പ്രശ്നം. വളരെ ഫ്രീ ആയിട്ടും ചുമ്മാ വിടുവാ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രാർത്ഥന. എനിക്ക് അങ്ങനെ പ്രാർത്ഥന. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരാളിവിടെ മരിക്കാൻ കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണോ, അതോ ഞാൻ CPR എന്ന ആ രോഗിയെ നിലത്ത് വീണ ആളിനെ രക്ഷിക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒന്നീ സുഖം പ്രാപിക്കാനോ അദ്ദേഹം പരമാത്മാവിൻ്റെ അടുത്ത് എത്താനോ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ശാസ്ത്രം വിശ്വസിക്കുന്നു. ഞാനിവിടെ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്ന എനിക്ക് വേണ്ടി ആരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കരുത്. അറിയാവുന്ന വല്ലവരും ഉണ്ടെങ്കിൽ CPR തരിക, ശ്വാസം നിലച്ചിട്ടുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസം തരിക, 108 പെട്ടെന്ന് വിളിച്ച് എന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രാർത്ഥിച്ച് വെറുതെ സമയം കളയരുത്. എൻ്റെ പേര് അൻവർ സിദ്ദീഖ്, മഞ്ചേരി അടുത്ത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞു ക്ലോണിങ്ങിലൂടെ ഒരു കോശം കിട്ടിയാൽ മറ്റൊരു മനുഷ്യനൊക്കെ സൃഷ്ടിക്കാം. ഈ പ്രപഞ്ചം എത്ര വിസ്തീർണമുണ്ട്, എത്ര വിശാലമാണെന്ന് നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല, ഇതുവരെ തെളിച്ചിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. ചോദ്യവും ഉത്തരവും താങ്കൾ തന്നെയാണോ? അല്ലല്ല, തെളിയിക്കാൻ കഴിയില്ല, അത് ഒരു വസ്തുതയാണ്. പോരാത്തതിന് ശൂന്യതയിൽ നിന്ന് ഒരു അണുവിനെങ്കിലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമി എത്ര വിശാലമാണ്, അത് എത്ര സ്പീഡിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൂമി കറങ്ങുന്നത് 1600 km/h സ്പീഡിലാണ് കറങ്ങുന്നത്. പ്രപഞ്ചത്തിന്റെ വിസ്തീർണം ഏതാണ്ട് 98.4 മില്യൺ പ്രകാശ വർഷമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 10⁻⁻98 പ്രോട്ടോൺസ് ആണ് ഈ പ്രപഞ്ചത്തിലുള്ള ആകെ ഉള്ള ബാരിയോണിക് പാർട്ടിക്കിൾസ്. ഇതൊക്കെ വെറുതെ ഉണ്ടാകാനാണ്. ഇതുപോലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്ന് സമ്മതിച്ച നിങ്ങൾക്ക് പിന്നെ ദൈവമില്ല എന്ന് പറയാൻ എന്താ? ഒരു കോഴിമുട്ടയുടെ വലിപ്പം പോലും ഇല്ലാത്ത ബുദ്ധി കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ നിഷേധിക്കുന്നത്. വിഡ്ഢികൾ എന്ന് പറയാല, അല്ല എന്താ പറയാ? 1400 cc, നോട്ട് കോഴിമുട്ടയുടെ സൈസ്. ഓക്കെ, എത്രയാണെങ്കിലും ഇൻകറക്റ്റ് ആണ്, അതുകൊണ്ടാണ്. ഒരു കോഴിമുട്ട പല മുട്ടകളും ഉണ്ടാവുമല്ലോ. മാക്സിമം എത്ര ഗ്രാം വരും എനിക്കറിയില്ല. തലച്ചോറിന്റെ സൈസിന്റെ പറഞ്ഞ ഞാൻ തലച്ചോറ് നേരിട്ട് കണ്ടിട്ടില്ല. അത് മനസ്സിലായി, ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് ഒരു കണിക പോലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് തീരെ കഴിഞ്ഞിട്ടില്ല. കണികകൾ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു കണികയെ പോലും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ കണിക ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിരന്തരം കേൾക്കുന്നതാണ്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സേണിലെ കാര്യം. ഈ കണികകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വളരെയധികം ഊർജ്ജം വേണം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള E=mc² എന്ന് പറഞ്ഞ ഫോർമുല. വളരെ അധികം ഊർജ്ജമുള്ള സ്ഥലത്ത് വളരെയധികം ഊർജ്ജമുള്ളത് ഇതുപോലെയുള്ള ലൈറ്റുകൾക്കൊന്നും അത്ര വലിയ ഊർജ്ജമില്ല. പക്ഷേ ഗാമ റേസ് പോലെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പെയർ പ്രൊഡക്ഷനും പെയർ അനൈലേഷനും നടക്കും. അതായത് പെയറായിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം തനിയെ ഊർജ്ജം മാറ്റർ ഉണ്ടാക്കും എന്നുള്ളത്. അതുപോട്ടെ, നമുക്കത് അത്രയും വലിയ ഫിസിക്സ് ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വെച്ച് എന്തുകൊണ്ട് ഉണ്ടാക്കി കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഊർജ്ജം വേണം, അതിനെ കൺട്രോൾ ചെയ്യണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിലുള്ള കണികാ പരീക്ഷണശാലയായിട്ടുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലേക്ക് പോകൂ എന്ന് പറഞ്ഞത്. അല്ല, നമുക്ക് ഇവിടെ ഒരു ഹാർട്ട് സർജറി നടത്തി കാണിച്ചാൽ, ഞാൻ ഇതൊരു ഹാർട്ട് സർജറി നടന്ന് കണ്ടിട്ടില്ല, ഇപ്പം ഇവിടെ ഒരു ഹാർട്ട് സർജറി ഇവിടെ വെച്ച് നടത്തി കാണിച്ചതെന്ന് പറയുന്നതിൻ്റെ അത്രയും ഉള്ളൂ. അത്രയും ഒരു നോൺസെൻസിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു കാര്യം കൂടെ, ജീവനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ക്രെയ്ഗ് വെൻഡറിന്റെ പരീക്ഷണങ്ങൾ വായിക്കുക. സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ജീവനാണ് ക്രെയ്ഗ് വെൻഡർ. ഈ സാധനം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ക്രെയ്ഗ് വെൻഡർ അതായത് ലൈഫ് ആക്ച്വലി നിർമ്മിച്ച് കാണിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അത് മാത്രമല്ല, അതെ, സ്വന്തമായി കോഡ് എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ലൈഫ് ഉണ്ടായത് കണ്ടിട്ടുണ്ടോ, ലൈഫ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്നവരെ എനിക്ക് അറിയാം. അപ്പം അല്ല, ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കി കാണിക്കണം, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ബിരിയാണി ഉണ്ടെന്നറിയാം. കോഴിക്കോട് ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നറിയാം, പക്ഷേ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ അറിയില്ല. അതിൻ്റെ അർത്ഥം ബിരിയാണി ഇല്ലെന്നല്ല, അതിൻ്റെ അർത്ഥം ബിരിയാണി കോഴിക്കോട്ടില്ലെന്നല്ല. അപ്പോൾ കോഴിക്കോട് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ കോഴിക്കോട്ട് പോയി ബിരിയാണി കഴിച്ചാൽ പോരെ. അതുപോലെയാണ് ഇപ്പോൾ സേണിൽ പോയാൽ നമുക്കിത് കാണാൻ പറ്റും. ഇൻഫാക്റ്റ് അവിടെ ഗാലറീസ് ഉണ്ട്. ഇത് നമുക്കിത് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ ഈ സ്റ്റുഡൻസിനെയും റിസർച്ചേഴ്സിനെയും സാധാരണക്കാരെ എല്ലാം പാർട്ടിക്കൽ ആക്സിലറേറ്റർ കൊണ്ടുപോയി കാണിക്കുന്ന ടൂറുകളുണ്ട്. അതുപോലെ ഇന്നിപ്പം നമ്മൾ പറഞ്ഞ ഒരു ആറ്റത്തിനെ നമുക്ക് കാണണം, വളരെ മങ്ങിയ രൂപത്തിലായിരിക്കും കാണുന്നത്. നമ്മൾ ഈ 3D ഇമേജിൽ കാണുന്ന പോലെ അത്ര വ്യക്തതയോടുകൂടി ഒന്നുമല്ല, പക്ഷെ നമുക്കിത് കാണാൻ പറ്റും.
അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ബെൻസീൻ മോളിക്യൂളിന് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അറിയാത്തതുകൊണ്ടാണ്. ബെൻസീൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണാണ്. അതിനെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ആ എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ അതിനെ തന്നെ പറ്റി എടുത്ത് പറഞ്ഞത്. അത് കാണിക്കണമെങ്കിൽ കാണിക്കുകയും ചെയ്യാം. ഇതിലൊരു വലിയ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും ഫണ്ടമെൻ്റൽ കെമിസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാത്തതിൻ്റെ കൂടി പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്നത്, ഇത്രയും കാലത്തെ ജീവിതം എന്ന് പറയുന്നത്, ഇതിന് മുൻപുള്ള ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, തലമുറകൾ, അവരുടെയൊക്കെ ജനിതകത്തിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ അംശങ്ങൾ, അത് ചെയ്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, താൻ പാതി ദൈവം പാതി, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട തലച്ചോറുമായിട്ടാണ് ഞങ്ങളടക്കമുള്ളവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥന ആശ്വാസമല്ല, പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലവും കിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കാതെ തന്നെ കാര്യക്ഷമമായിട്ട് ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് ശാസ്ത്രബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നുള്ള ഒരു നിസ്സഹായതയുണ്ട്. ആ നിസ്സഹായത പരിഹരിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ടത്? ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ജീവിതം, ശാസ്ത്രീയമായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് എന്താണ് നൽകാനുള്ളൊരു മാർഗനിർദ്ദേശം? അത് വളരെ നല്ല കാര്യമാണ്. ഇതിനകത്ത് ആദ്യം പറഞ്ഞ 2 കാര്യം പറഞ്ഞോട്ടെ. ഈ താൻ പാതി ദൈവം പാതി, ഈ സാധനം ഞാനും പണ്ട് കേട്ടിട്ടുള്ളതും വിശ്വസിച്ചിരുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ എന്താ പറയുക, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് നാസ്തികതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു രോഗം വരുന്നു, അത് കരകയറാനായിട്ട് എന്നെ ആരും സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും നല്ല വൈദ്യസഹായം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി ഏറ്റവും ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച ഒരു ചികിത്സ എടുക്കാം എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നാസ്തികതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1 രൂപ ഇടുന്നു, ദൈവം 1 രൂപ ഇടുന്നു, മൊത്തം 2 ആവില്ല, വീണ്ടും 1 രൂപ ഉള്ളൂ എന്നുള്ള ആ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്കത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഉണ്ടാക്കാം, അത് വളരെ നല്ല ചോദ്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും നല്ലത് പുസ്തകങ്ങൾ വായിക്കുക. അത് ചുമ്മാ ഏതെങ്കിലും ചവറ് പുസ്തകങ്ങളല്ല, കൃത്യമായി ശാസ്ത്രീയമായിട്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജികൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അത് വായിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എസെൻസ് ഗ്ലോബലിൻ്റെ ഈ സൈറ്റ് essensglobal.com പോയി ലിറ്ററേച്ചേഴ്സ് എഴുത്തുണ്ടാവും എസെൻസ് മാഗസീനിൽ, അത് വായിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എസെൻസിൽ നിങ്ങളിതിപ്പോൾ വിക്കിപീഡിയയിൽ നോക്കിയാൽ കിട്ടാത്ത അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിദഗ്ധന്മാരുടെ പ്രഭാഷണങ്ങൾ തന്നെ ധാരാളം എസെൻസ് ഗ്ലോബലിൻ്റെ അല്ലെങ്കിൽ ന്യൂറോൺ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും. ഇപ്പം ഇൻ്റർനെറ്റൊക്കെ ഫ്രീ ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. പല പ്രഭാഷണങ്ങൾ കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ശരിയാണെന്നെങ്കിൽ മാത്രം എടുക്കുക. അവിടെ ഒരു നിർബന്ധവും ഇല്ല. ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുത്തുന്നു. ഇവിടെ യാതൊരു കമ്പൽഷനില്ല. കൃത്യമായിട്ടുള്ള ഇന്ന വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കൊന്നുകളയെന്നുള്ള പേടിയോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും, മതം ഉപേക്ഷിച്ചാൽ. അത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ഇതുപോലുള്ള ആചാരങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ മനുഷ്യനെ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള പലരെയും ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മതം തരുന്ന ഒരു പിൻബലമുണ്ട്, മതം തരുന്ന ഒരു സംഘബലം. ഈ സംഘബലത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ് പലപ്പോഴും ആൾക്കാരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അതിൽ നിന്നും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാനാണ് ഒരു ശ്രമം നടത്തേണ്ടത്. അപ്പോൾ അതൊരു ഈസി പ്രോസസ്സല്ല. കുറച്ച് സമയമെടുത്ത് ആദ്യം ഇതുപോലുള്ള ഈ പ്രാർത്ഥന ആചാരം ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. എന്നിട്ട് ക്രമേണ വളരെ പതുക്കെ ഈ മതത്തിൻ്റെ പിടിയിൽ നിന്നും നിങ്ങൾ മോചിതരാകാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ, പക്ഷേ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ഈ മതം കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ള ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. അവിടുന്ന് തുടങ്ങണം, അവിടുന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. സമയനഷ്ടം, പണം, അതുപോലെ ഇതിൽ വിട്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള ഭയം, ഇതെല്ലാം കൊണ്ട് പിന്നെ കുറേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു റിജിഡായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ടാവും. ഈ റൂൾസിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. എൻ്റെ പേര് അഫ്സൽ.
നെൽമൂരാണ് വീട്, പൂക്കോടുംപാടം. ഒരു ചോദ്യമല്ല, പക്ഷെ മറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു ആളിവിടെ ആക്സിഡൻ്റിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ CPR ചെയ്യുമോ അതോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇസ്ലാം മതത്തിൽ പോലും നിങ്ങൾ ഒരു ആൾ രോഗിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ടോ ഏതെങ്കിലും വിധേന അവനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കണില്ല. മറ്റൊരു മതവും കൽപ്പിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ ഒരു പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഔട്ട് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഈ ഒരു വോയിസ് കട്ട് ചെയ്ത് വിടുള്ളൂ എന്ന് എനിക്ക് ഒരു ധാരണ ഉണ്ട്. അപ്പോൾ ഇവിടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആളുകളെ ബോധിപ്പിക്കണം എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത്. അപ്പോൾ ഇസ്ലാം മതത്തിൽ എന്തായാലും ഒരാൾ ഇപ്പോൾ റോഡിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു, അപ്പോൾ അവിടെ നിന്ന് ഇസ്ലാം മത വിശ്വാസികൾ ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം. അത് ഹദീസായിട്ടോ ഖുർആനായിട്ടോ പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല, മറിച്ച് ഒരാൾ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വീണ് കിടക്കുകയാണോ അതല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതില്ല, അവൻക്ക് ചികിത്സിക്കേണ്ടതില്ല എന്നീ ധാരണയിലുള്ള ഇസ്ലാമിക വചനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ. അങ്ങനെ താങ്കളാണ് ഇതിനെ സ്ട്രോമാനിങ് എന്നാണ് പറയുന്നത്. അല്ല, ഈ നിൽക്കുന്ന ഓഡിയൻസ് ഓഡിയൻസ് പറയട്ടെ, അവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ കിടത്തിയിട്ട് ഒരാൾ ഇവിടെ വീണ് കിടക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ അയാളെ എത്രയും പെട്ടെന്ന്, ഇയാളുടെ കാര്യമാണ്, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അല്ലാതെ നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഇദ്ദേഹം പറഞ്ഞതല്ല. പറയാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുന്നതല്ല സംവാദം. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മതത്തെപ്പറ്റി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ വീണ് കിടക്കുകയാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ പുള്ളി പറഞ്ഞത്? അല്ല, പുള്ളി ഓഡിയൻസോട് ചോദിച്ചു. നിങ്ങളുടെ മതത്തെ പറ്റി ഇവിടെ ആരും, നിങ്ങളുടെ മതം എത്ര വലിയ മതമാണെങ്കിലും നിങ്ങളുടെ മതത്തെ പറ്റി ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഞാൻ ഡോണ്ട് പ്ലേ ദ വിക്ടിം കാർഡ് ഹിയർ. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഓഡിയൻസിനോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്, അതിനെ ഓപ്പോസിറ്റ് ചെയ്യാണ് ചെയ്തത്. അല്ല, നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അതെ. ഓക്കെ, CPR കൊടുക്കറിയോ? CPR ഏറെക്കുറെയൊക്കെ ഞാൻ, കാരണം ഏറെക്കുറെ എന്ന് വെച്ചാൽ കോഴിക്കോട് CI സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ അതുപോലെ CPRന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇല്ല, അറിയില്ല. അല്ല, ഈ ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന താങ്കൾ ഒരു പ്രൈമറി റിക്വയർമെന്റ് ആയി കണ്ട് പഠിച്ചു. CPR എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ്. അപ്പൊ പിന്നെ റിസസിറ്റേഷൻ അറിയാതെ പിന്നെ എങ്ങനെ നിങ്ങൾ CPR അറിയാന്ന് പറഞ്ഞു? ബേസിക് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാവുമല്ലോ. എന്താണ്? ചെസ്റ്റില് പ്രസ് ചെയ്തിട്ടും പിന്നെ ശ്വാസം കൊടുത്തിടും, അത് അത്തരം ബേസിക് കാര്യങ്ങൾ അറിയാം. CPR വിശ്വാസം ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത്. CPR വിശ്വാസത്തിന്റെ കാര്യമല്ല, CPR ചെയ്യാൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വർഷങ്ങളോളം എടുത്ത് പ്രാർത്ഥന പോലെയുള്ള ഒരു കാര്യം പഠിക്കുന്നു. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ഒരു ലൈഫ് സേവിങ് സ്കില്ലായിട്ടുള്ള ഒരു CPR-ഓ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനോ അല്ലെങ്കിൽ ഇനി ഫിബ്രിലേറ്റർ ഉപയോഗിക്കാം. ഒരു മോളിൽ ചെന്നാൽ ഒരു ഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഹാർട്ട് പ്രശ്നമായിട്ട് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ വലിയ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ വയ്ക്കുന്നുണ്ട്, മോളുകളിലെല്ലാം വയ്ക്കുന്നുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് പറയേണ്ടത്. പ്രാർത്ഥനയല്ല ആശ്വാസം, ഇതുപോലെയുള്ള അറിവുകളാണ് നമുക്ക് ആശ്വാസം. അതുണ്ടെങ്കിൽ നമ്മൾ വീണ് കിടക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് എല്ലാം പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴഞ്ഞു വീണാൻ പോലും സമാധാനം ഉണ്ടാവില്ല. പകരം ഞാനിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ലിറ്റ്മസിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് നെഞ്ചുവേദന ഒന്ന് ഞാൻ കുഴഞ്ഞു വീണു. അവിടെ ഡോക്ടേഴ്സുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ചുറ്റും നിൽക്കുന്നവർക്ക് എന്ത് എമർജൻസി ആയിട്ട് ചെയ്യണം എന്നറിയാം. ആരും എൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കില്ല. മാത്രമല്ല, ഇമ്മീഡിയറ്റ്ലി ഐ വിൽ ബി ടേക്കൺ ടു എ പ്രോപ്പർ ഹോസ്പിറ്റൽ വെയർ ഐ ഗെറ്റ് പ്രോപ്പർ അറ്റൻഷൻ. ഞാനൊന്ന് വേറെ രീതിയിലൊന്ന് പറയാം. അതായത് രണ്ട് വ്യക്തികളുണ്ട്, രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. പ്രാർത്ഥന മാത്രം അറിയാവുന്ന ഒരാൾ, രണ്ട് വ്യക്തികളുണ്ട്. പ്രാർത്ഥന മാത്രം അറിയാമെന്നുള്ള ഒരാളുണ്ട്, മറ്റേ ആളിന് പ്രാർത്ഥനയും അറിയാം CPR-ഉം അറിയാം. നിങ്ങൾ ഈ രണ്ടുപേരിൽ ആരും നിങ്ങൾ തിരഞ്ഞെടുക്കും? ഒന്നും കൂടി ക്ലിയർ ആയി. പ്രാർത്ഥന മാത്രം അറിയാമെന്നുള്ളൊരു വ്യക്തിയും CPR-ഉം പ്രാർത്ഥനയും അറിയാവുന്നുള്ളൊരു വ്യക്തിയുണ്ട്. നിങ്ങൾ ഈ രണ്ട് വ്യക്തികളിൽ ആരെ തിരഞ്ഞെടുക്കും നിങ്ങളെ രക്ഷിക്കാൻ? രോഗം വരുന്ന സമയത്ത് ഇത്തരം ഇത്തരം കാര്യങ്ങളല്ല നോക്കണത്. ബേസിക്കലി ഏത് ഭാഗത്തു നിന്നാണോ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അത്രേ പറയണുള്ളൂ. അപ്പൊ പ്രാർത്ഥനയ്ക്കല്ല അവിടെ ബെനിഫിറ്റ്, പണി അറിയാവുന്നതാണ് ബെനിഫിറ്റ്. ഒരു ഉസ്താദ് ഒരു ഡോക്ടർ നിൽപ്പുണ്ട്, നിങ്ങൾ അവിടെ ആരെ ചൂസ് ചെയ്യും? ഡോക്ടറെ തിരഞ്ഞെടുക്കും. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്.
അത്രേ ഉള്ളൂ. ഇതന്നെ ഞാൻ തുടക്കത്തിലും പ്രാർത്ഥന വർക്ക് ചെയ്യാത്തോണ്ടല്ലേ പുള്ളിയെ തെരഞ്ഞെടുത്തത്. അങ്ങനെ പ്രാർത്ഥിച്ച് നേരെയാക്കെങ്കിൽ പിന്നെ ഡോക്ടറിനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ ഇസ്ലാം മതത്തിലും നമ്മളൊരു പേഷ്യന്റ് ഒരു രോഗം വന്നാല് അല്ലെങ്കിൽ ആക്സിഡന്റിൽ അപ്പൊ പിന്നെ പ്രാർത്ഥന കൊണ്ട് എന്താ ബെനിഫിറ്റ്? പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് രോഗം ഡയറക്ട്ലി പൂർണ്ണമായിട്ട് മാറും ഞാൻ പറയണില്ല. പക്ഷെ അതൊരു ഇന്നർ പീസ് ആണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റാൻ പറ്റുമോ? യെസ്, നോ. പല രോഗങ്ങളെ ഉദ്ദേശിച്ചത് പല രോഗങ്ങൾ. പനിയൊന്നും പ്രാർത്ഥനയിലൂടെ മാറൂല. ഏത് രോഗം മാറും? ഏത് രോഗം മാറും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അതായത് ക്യാൻസർ മാറും. പ്രാർത്ഥന കൊണ്ട് ക്യാൻസർ മാറുമോ എനിക്കറിയില്ല. പ്രാർത്ഥന കൊണ്ട് മാറുന്ന ഒരു രോഗം പറ. പ്രാർത്ഥന എനിക്ക് ഓർമ്മല്ല. വളരെ ക്ലിയർ ആണ്. താങ്കളുടെ കട്ട് ചെയ്യാതെ നോക്കുന്ന ഉത്തരവാദിത്വം എന്റെയാണ്. ഇത് കട്ട് ചെയ്യൂല, ഇത് സെപ്പറേറ്റ് ക്ലിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം കേട്ടോ, അതുണ്ടാവും. എൻ്റെ പേര് റസാഖാണ്, മഞ്ചേരി തന്നെയാണ്. 2 ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടല്ലോ, അല്ല 2 ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അതിൽ ഒരുപക്ഷെ ചോദ്യകർത്താക്കളുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടോ അതോ അവർക്ക് നിങ്ങളെ ആശയം കൺവേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ എന്നൊരു സംശയം എനിക്ക് ഞാനവിടെ ഓഡിയൻ്റായി നിന്നപ്പോൾ കേട്ടത്. അതിൽ നിന്നാണ് ബേസിക്കലായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. വെച്ചാൽ അദ്ദേഹം ആറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നതും, അപ്പോൾ നിങ്ങൾ അത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അതിനെക്കുറിച്ചാണോ എന്ന ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഊർജത്തിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ സമയം mc² എന്ന സമവാക്യത്തെക്കുറിച്ച് ഫിസിക്സിൻ്റെ വലിയ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നു. 2 പേരും അത് വിശദീകരിക്കുന്നില്ല, ആർഗ്യൂ ചെയ്യാണ്. എൻ്റെ ചോദ്യം എനർജിയെക്കുറിച്ചാണ്. എനർജി സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതോ നമുക്ക് വകഭേദം വരുത്താൻ, വെച്ചാൽ ഇപ്പോൾ നമുക്ക് താപോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊർജ്ജ രീതിയാക്കാം. ഇത് സാധിക്കുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഈ പയ്യൻ വന്ന് നിന്ന് പറഞ്ഞപ്പോൾ CPR കൊടുക്കുമെന്ന് ചോദിച്ചു. 2 ചോദ്യമല്ല. ആ ചോദ്യത്തിലെ ഇതിലൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നുള്ളൂ. CPR കൊടുക്കാൻ ശേഷിയുള്ള ഒരാൾ CPR കൊടുക്കുന്നു, അതിനുശേഷം അയാളൊന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഈ മെഡിക്കൽ സയൻസ് പറയുന്നത് 80% രോഗങ്ങളിൽ അതൊക്കെ എന്താണ്? സൈക്കോസൊമാറ്റിക് ആണ്. സൈക്കോസൊമാറ്റിക് രോഗങ്ങളെ സ്വാഭാവികമായിട്ട് സജഷനിലൂടെ പോലും എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കേഷൻ ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ പ്രാർത്ഥന ഒരു സജഷൻ പോലെ, ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ, ഈ ബോധമില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് വേണ്ട. ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് പ്രാർത്ഥന എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ, അഥവാ സൈക്കോളജിക്കലായിട്ട് പ്രാർത്ഥന ഒരു റെമഡിയല്ല, ഒരു മെഡിക്കേഷൻ വെച്ചാൽ മെഡിക്കൽ സയൻസിൽ പ്രാർത്ഥന സജഷൻ ഒരു റെമഡിയല്ല എന്നുണ്ടെങ്കിൽ അതും ശാസ്ത്രീയമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ. ഒന്ന്, എനർജി സൃഷ്ടിക്കാൻ സാധിക്കുമോ? എനർജി എങ്ങനെ ഉണ്ടാകുന്നു? പിന്നീട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല, മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു? മറ്റൊന്ന് ഈ ഒരു കാര്യവും. എനർജി സൃഷ്ടിക്കണമെന്ന് എന്താണ് നിർബന്ധം? അല്ലെങ്കിൽ സൃഷ്ടിയുടെ നിർവചനം പറയൂ. മാറ്ററിനെ എനർജി ആക്കുകയോ എനർജിയെ മാറ്റർ ആക്കുകയോ ചെയ്യാം എന്നാണ് പറഞ്ഞത്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, ദർ ഇസ് നോ സർപ്ലസ് അല്ലെങ്കിൽ ഓർ ഡെഫിസിറ്റ്. ഫിസിക്സ് അറിയാവുന്ന ആരുടെങ്കിലും ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ താങ്കൾ തപ്പുക. 0 ഓർഡർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് തപ്പിയാലും മതി, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഓട്ടോ സജഷൻ കൊണ്ട് രോഗങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് ഒരു വലിയ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ ധാരാളം ചെയ്തിട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. പ്ലസീബോ എഫക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. നേരത്തെ സജഷൻ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കേസുകൾ വേഴ്സായ കേസ് സ്റ്റഡീസിനെ പറ്റി പറഞ്ഞു, വിത്ത് ലാർജ് നമ്പേഴ്സ്. താങ്കൾ താമസിച്ച് വന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ തുടങ്ങിയത് തന്നെ അങ്ങനെ ശാസ്ത്രീയമായ പഠനം കൊണ്ടാണ്. സ്റ്റെപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് തരാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റഡീസ് പോലും ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് അങ്ങനെയുള്ള ഗുണം കിട്ടുന്നില്ല. ഈ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഈ വാക്ക് പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കുമാണ്. ഇവിടെയും സംഭവിക്കുന്നത് ഇപ്പോൾ എന്താ പറയുന്നത്, ഓരോ കേസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ അവിടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇപ്പോൾ പ്ലാങ്ക്സ് ഈറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്ലാങ്ക്സ് എപ്പോക്ക് എന്ന് പറയുന്ന ആ ഒരു ടൈമിന് അപ്പുറത്തേക്കുള്ളതിനെ പറ്റി നമുക്കുള്ള ധാരണ കുറവാണ്. അവിടെയൊക്കെ പ്രൊജക്ഷൻസ് മാത്രമേ ഉള്ളൂ. പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമില്ല. ഇങ്ങോട്ടൊരു വസ്തു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ ആ പാത്ത് നോക്കിയിട്ട് നമുക്ക് അത് എവിടെ വീഴുന്നു എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ചു
അപ്പോൾ നമ്മളൊരു T=10⁻⁴ എന്ന് പറയുന്ന ആ ബിഗ് ബാങ്ങിൻ്റെ സമയത്തോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു സെക്കൻഡിന് വളരെ അടുത്ത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ല അറിവുണ്ട്, മറ്റുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയുണ്ട്. എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, മാറ്ററിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എനർജിയെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇതിന് കൺവേർഷൻ മാത്രമേ നടക്കുള്ളൂ. മാറ്റർ ടു എനർജി ആൻഡ് എനർജി ടു മാറ്റർ. യുനോ ഇതിനെയാണ് നമ്മുടെ E=mc² എന്നുള്ള ആ ഒരു എനർജി മാസ് ഇക്വിവലൻസ് എന്നുള്ള ആ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഈ ഫണ്ടമെൻ്റൽസ് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വെയർ the flaw is in your question. എൻ്റെ പേര് ഷാൻ. അപ്പോൾ മതപരമായിട്ടൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് എല്ലാ മതത്തെയും വെച്ച് നോക്കുകയാണ്. മതമില്ല എന്ന് പറയുന്ന ആ രീതി. ഇപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോൾ സാറിന് പറയാണ് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, അടുത്ത ആൾ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസ് പറയാണ് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ രണ്ട് കാര്യത്തിലും എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആർക്ക് ഒരു ഹോപ്പ് പറഞ്ഞൊരു കണ്ടൻറ് ഉണ്ട്. ആ ഹോപ്പിൽ ചിലപ്പോൾ പിടിച്ച് കയറാം. ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഇനിയിപ്പോൾ രക്ഷപ്പെട്ടാൽ തന്നെ മിറാക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ മതപരമായി നോക്കുകയാണെങ്കിൽ ആ ഹോപ്പിൽ അയാൾക്ക് പിടിച്ച് കയറാം. പിന്നെ പല കേസിലും പറയുന്നുണ്ട്, ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറയും, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആകുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവരോട് ബുക്സിലൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ മതപരമായ ആൾക്കാരാണ്, അവർക്ക് ചെറിയ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ ശബ്ദമില്ലാത്ത രീതിയിൽ അവർ നടത്തിക്കോട്ടെ, ഓപ്പറേഷന് മുന്നും കാര്യങ്ങളൊക്കെയാണ്. കാരണം അത് മെഡിക്കൽ സയൻസിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഹോപ്പുള്ളവർക്ക് കൂടുതൽ റിക്കവറി എളുപ്പമാണ് എന്ന രീതിയിൽ സയൻസിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ പ്രാർത്ഥന ആശ്വാസമാണ് എന്ന് അല്ലേ? ശരി, നല്ല ചോദ്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ ഡോക്ടർമാർ ഈ ഡോക്ടർ എന്തിനാണ് മിറക്കിൾ എന്ന് കണ്ട് ഞെട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എന്താണ് ഒരു മിറക്കിൾ? സസ്പെൻഷൻ ഓഫ് ഒരു നാച്ചുറൽ ലോസ് ആണ് മിറക്കിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ മൈക്ക് നേരെ മുകളിലേക്ക് പോകുന്നു, അവിടെ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ നാച്ചുറൽ ലോയുടെ ഒരു സസ്പെൻഷനാണ്, അതിനെയാണ് മിറക്കിൾ എന്ന് പറയുന്നത്. ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഡോക്ടർ പറയുകയാണ് ഇയാൾ ചാവും, അയാൾ ചത്തില്ല. നമ്മൾ അതിന് എന്തിനാണ് മിറക്കിൾ എന്ന് പറയുന്നത്? ഡോക്ടറെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് മിറക്കിൾ എന്ന്. അതൊരു മിറക്കിളേ അല്ല. അയാൾ മരിക്കാൻ പോകുന്നു എന്ന് ഇയാൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ് അല്ലേ? അയാൾ പഠിച്ച സയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സയൻസിനകത്തുള്ള പോരായ്മയാണെങ്കിൽ അത് തിരുത്തണം. സയൻസ് എപ്പോഴും റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്, സ്റ്റാറ്റിക് അല്ല സയൻസ് ഒരിക്കലും. സയൻസ് ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെയല്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നില്ല. രണ്ട്, ഈ നഴ്സുമാരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഉള്ള സകല മതസ്ഥാപനങ്ങളുമാണ് ഈ നഴ്സിംഗ് കോളേജ് നടത്തുന്നത്. അതറിയാമോ? ഈ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് ഇതുപോലെ ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ സ്കൂളിലാണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ചേർത്ത് വയ്ക്കാൻ മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു സാധനം തരും. എനിക്ക് അതിനകത്ത് ഒരു കഥകൾ പോലും മോറലായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പഠിച്ചൊരു കഥയുടെ പേരാണ് കാസാബിയാങ്ക എന്ന് പറഞ്ഞ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു കപ്പലിൽ അച്ഛൻ പറയുകയാണ് ഇവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോണം എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ അടുത്ത് പറയുകയാണ്. കപ്പൽ തീ പിടിക്കുകയാണ്. കുട്ടി അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് മരിച്ചു പോവാണ്. എന്നിട്ട് അവിടെയുള്ളവർ പറയാണ് അച്ഛൻ പറഞ്ഞാൽ കേൾക്കേണ്ടതിൻ്റെ ഇതും അനുസരണാശീലത്തെക്കുറിച്ചിട്ടും സാറ് ക്ലാസ് എടുക്കുകയാണ്. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. ആ അച്ഛനെ ജീവിതകാലം മുഴുവൻ ഈ കാസാബിയാങ്ക എന്ന് പറഞ്ഞ കുട്ടി ദുഃഖിപ്പിച്ച് കാണും. ഒരവസരമുണ്ടായി ഇറങ്ങി പോകാനെന്ന് ഉപയോഗിച്ചിട്ടും ജനിതകമായി ഓടാനുള്ള ചോദന ഉണ്ടായിട്ട് അത് ചെയ്യാതെ അവിടെ നിന്ന് വെന്തുരുകി മരിച്ചെങ്കിൽ അത് മണ്ടത്തരമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു സാറ് നമുക്ക് ഉപദേശമായിട്ട് തരേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ മോറൽ സയൻസ് തരും. ഇതുപോലെ ഈ പല നഴ്സിംഗ് കോളേജ്, ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന നഴ്സിംഗ് കോളേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പല കാര്യങ്ങളും, നല്ലൊരു വിശ്വാസിയാണെങ്കിൽ അവർ പ്രാർത്ഥിച്ചോട്ടെ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. സയൻറ്റിഫിക്കായിട്ട് ഒരു ലിറ്ററേച്ചറിനകത്ത് പറയുന്നില്ല പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്ന, പകരം ദോഷം ഉണ്ടാകുന്നുള്ള സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. 2-3 സ്റ്റഡീസ് നമ്മൾ കോട്ട് ചെയ്തു, വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സ്റ്റഡീസ് തരാം. ക്രിസ്റ്റഫർ റിച്ചൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡൈയിങ് ടു എ ലൈയിങ്. അതാണ് ഏറ്റവും വലിയ സിൻ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മരിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് പറയാണ് നീ ഇവിടെ മണ്ണോട് അലിഞ്ഞ് ബേസിക് എലമെൻസ് ആയിട്ട് മാറില്ല, പകരം നീ വേറൊരു സ്ഥലത്ത് ഇരുന്ന് ഒരു നല്ല ഭംഗിയുള്ള മെഡോയിൽ ഇരുന്ന് ഹാർപ്പ് മ്യൂസിക് കേട്ട് ചുറ്റും മാലാഖമാരുമായിട്ട് നടക്കുകയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കള്ളത്തരം. മരിക്കുന്ന ഒരാളുടെ അടുത്തെങ്കിലും കള്ളം പറയാതിരിക്കുക. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് അദ്ദേഹം ഒരു സൂചന പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ്, നിങ്ങൾ പറയുന്നതിൽ നിന്നാണ് എനിക്ക് സംശയം. അല്ലാതെ ഞാനൊരു സ്റ്റീരിയോ ടൈപ്പ് പറഞ്ഞ ചിന്ത കൊണ്ടുവച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയല്ല. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു കോമൺ ലേമനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാവിസ്ഫോടനമാണ്. ഒരു ആറ്റത്തിനുള്ളിൽ നടന്ന ചെറിയ ഒരു സംഭവമാണ്. അതിനെയാണ് ബിഗ് ബാങ് എന്ന് കളിയാക്കി പറഞ്ഞത്
എന്നൊന്നും തിരിച്ചറിയാത്ത ഫ്രീ തിങ്കേഴ്സായിട്ടുള്ള കൂട്ടുകാരെനിക്കുണ്ട്. അഥവാ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബാങ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരെനിക്കുണ്ട്. അവരോട് പറഞ്ഞ് തിരുത്തിയപ്പോൾ പിന്നീട് അവർ കൂടുതൽ പഠനത്തിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബിഗ് ബാങ്ങിന് മുമ്പുള്ള സയൻസിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് കോസ് ആൻഡ് എഫക്റ്റ് അതാണ് എല്ലാത്തിൻ്റെയും ഹേതു. അങ്ങനെ തന്നെയാണല്ലോ. എനിക്കും നിങ്ങൾക്കും വ്യത്യാസമല്ല. സയൻസ് ഇവിടെ മതവിശ്വാസികൾ മതം എക്സ്ട്രാ ഒരു നമ്മുടെ അഡീഷണൽ കോഴ്സ് എന്ന പോലെ പഠിക്കുകയാണ്. ശാസ്ത്രത്തെ നിങ്ങളും പഠിക്കുന്നു, മതവിശ്വാസികളും പഠിക്കുന്നു, ഞാനും ഒക്കെ പഠിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ മടിക്കുകയോ നിങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്ത ഒരു മേഖലയിൽ വിവിധ മതവിശ്വാസികൾ അവരുടെ മൊറൽ സ്റ്റഡീസ് ആയിട്ട് പറയുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു കോസ് ആൻഡ് എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു കാര്യത്തെ കാണുന്നതെങ്കിൽ ബിഗ് ബാങ്ങിന് മുമ്പ് പിണ്ഡമുണ്ടാകാൻ, മാസ് ഉണ്ടാകാൻ ഒരു ഹേതുണ്ട്. ഹിഗ്സ് ബോസോണിൻ്റെ മുമ്പ് ഹിഗ്സ് ബോസോൺ ഉണ്ടാകുന്നതിൻ്റെ ഹിഗ്സ് ബോസോൺ എന്ന ബോസോൺ അത് അങ്ങനെ ആറ്റം അങ്ങനെ ആയിത്തീരുന്നതിന് മുമ്പുള്ള കാരണം, ആ കാരണത്തെ എനർജി എന്നതുകൊണ്ടാണല്ലോ നമ്മൾ വിവക്ഷിക്കുക. അതിനു മുമ്പുള്ളത് നമുക്ക് ധാരണയില്ലെന്നും ആ ധാരണക്കുറവിനെ വിശ്വാസികൾ ആ എനർജി ഫോമിനെ ഏതാം എനർജിയാണ് അതിനെ യൂണിവേഴ്സ് എന്നോ ദൈവമെന്നോ പ്രപഞ്ചമെന്നോ അതീന്ദ്രിയ ശക്തിയെന്നോ പരാശക്തിയെന്നോ അവർ വിളിക്കുന്നു. നമുക്കതിനെ സയൻസിൻ്റെ ഭാഷയിൽ എനർജി എന്നും വിളിക്കാം. ഈ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നീട് മതങ്ങൾ അത് മറ്റൊരു വിഷയം. ഇവിടെ ഒരു എനർജി സ്രോതസ്സാണ് സയൻസിനെയും നിയന്ത്രിക്കുന്നത്, മനുഷ്യരെയും നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത്. അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒന്നുണ്ടോ? മഹാവിസ്ഫോടനം എന്നുള്ള ടേം തന്നെ തെറ്റാണ്. ഇറ്റ്സ് എൻ എക്സ്പാൻഷൻ, റാപ്പിഡായിട്ട് ഉള്ളൊരു എക്സ്പാൻഷനാണ്. ഈ യൂണിവേഴ്സ് നമ്മൾ കാണുന്നത് വളരെ ഒരു സമയത്ത് വളരെ സൂക്ഷ്മമായ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നും വികസിച്ചു എന്നുള്ളതാണ്. ഈ സ്ഫോടനം എന്നുള്ളത് തെറ്റാണ്, അത് പറഞ്ഞത് കറക്റ്റാണ്. ബട്ട് അതിന് മുൻപ് അതിൻ്റെ മുമ്പുള്ളതിനെ നിങ്ങൾ എന്ത് വിളിക്കുന്നു? അതല്ലേ ചോദ്യം. നമുക്കറിയില്ല അതിന് മുമ്പുള്ള ഒരു അവസ്ഥയെക്കുറിച്ച്. നമുക്ക് ഇന്നറിയാമെന്നുള്ള ഫിസിക്സും എല്ലാം അവിടെ കൊളാപ്സ് ചെയ്യണം. ആ ലോസ് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നില്ല. വി ഡോണ്ട് നോ, നമുക്കറിയില്ല. ഇതാണ് സയൻസിൻ്റെ ഏറ്റവും വലിയ ഹ്യൂമിലിറ്റി. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടുള്ള കാര്യമല്ല. നമുക്കത് അറിയില്ല, ഇനിയും പഠിക്കാനിരിക്കുന്നു, എപ്പോഴെങ്കിലും കണ്ടെത്തും. പക്ഷേ മതത്തിൻ്റെ റോൾ എന്താണ്? നമുക്കതറിയാം. അതിൻ്റെ കാരണം ദൈവമാണ്. അതിനെയാണ് ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും, അതായത് നമുക്ക് ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങളുടെയും പരിഹാരമായിട്ട് കുത്തി നിറയ്ക്കാനുള്ള ഒരു എക്സ് ഫാക്ടർ അല്ല ദൈവം. ഇൻഫാക്റ്റ് നിരീശ്വരവാദികൾ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ അത്ര പോലും വിശ്വാസികൾ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നില്ല. അതായത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന വെറും ഒരു എക്സ് ആണ് ദൈവം. എപ്പോൾ വേണമെങ്കിലും അതിന് ഉത്തരം കിട്ടുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഫാക്റ്റ് കൊണ്ട് അവിടെ നിറയ്ക്കാൻ പറ്റും. അതല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം. അല്ല, ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളാരും ഈ മതപുസ്തകങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. കാര്യം ഏതൊരു വിശ്വാസി വായിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മതപുസ്തകങ്ങൾ നമ്മളായിരിക്കും വായിക്കണം. കാര്യം ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആഴ്ന്ന് തപ്പുന്നത് വിശ്വാസികളെക്കാൾ കൂടുതൽ നിരീശ്വരവാദികളാണ്. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ വോളിയൂംസ് ഓഫ് പുസ്തകങ്ങൾ എന്തിനാണ് വായിച്ച സമയം കളഞ്ഞിട്ടുള്ളതെന്ന്. കാര്യം നിങ്ങളൊക്കെ ഏതൊക്കെ പുസ്തകം പറഞ്ഞാലും മിക്കവാറുമൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പരിഭാഷ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ അലക്കുൽ ഇൻസാൻ അലക്ക്, എനിക്ക് എൻ്റെ അറബി പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയാവില്ല. ഇതൊക്കെ എനിക്കൊരു 10-15 വർഷം മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. കാര്യം നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ പരന്തിയിട്ട് തന്നെയാണ് ഫൈനലി വി എൻഡ് അപ്പ് ആസ് നാസ്തികർ. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ സിംഗുലാരിറ്റിയെ കുറിച്ച് അറിഞ്ഞിട്ട് ഏതൊരു ഫ്രീ തിങ്കർ, അത് ഏതോ ഒരു ഹതഭാഗ്യം അറിയില്ല എന്ന് ഉള്ളത് ഏറ്റവും മനോഹരമായ ഉത്തരവാണ്. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് അത് ഹ്യൂമിലിറ്റി ഓഫ് സയൻസ് ആണ്. നമുക്കറിയില്ല, അതിന് ഉത്തരമായിട്ട് അതുകൊണ്ട് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. കാര്യം അങ്ങനെ നമുക്കറിയാത്ത പല കാര്യങ്ങൾക്കും ഇതുപോലെ പണ്ട് ദൈവത്തിനെ കുത്തി നിറച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഈ പാവപ്പെട്ട ദൈവത്തിനെ നമ്മൾ വലിച്ചൂരി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഫാക്റ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം ഇടിമിന്നൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ദൈവമല്ല, അതിന് ഇന്ന കാരണങ്ങളുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ഉപാപചയ പ്രവർത്തനം നടക്കുന്നതെന്ന് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെയും ഒന്നും ആവശ്യമില്ല അവിടെ. അതിനൊക്കെ എങ്ങനെയാണ് ATP ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ക്രെബ് സൈക്കിൾ, എങ്ങനെയാണ് ഇത് ഗ്ലൈക്കോസിസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ബയോകെമിസ്ട്രി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം
വളരെ ഇതൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി പോയി. യക്ഷികളും പ്രേതങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. സ്വിച്ച് ഇട്ടപ്പോൾ ഇതെല്ലാം തീർന്നില്ലേ, ഇത് അവിടെ എല്ലാം പോയില്ലേ? അതുപോലത്തെ ഒരു സാധനം മാത്രമാണ്. ഒരു സ്വിച്ച് ഇട്ടാൽ മതി, ഈ ദൈവവും നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പോവും. എൻ്റെ പേര് പ്രദീപ്. മെഡിക്കൽ സയൻസിന് ജീവൻ എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ? ഒരു ക്ലോസ്ഡ് എൻക്ലോഷറിനകത്ത്, അതായത് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും, അകത്തും പുറത്തും രണ്ട് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അകത്തൊരു ജനിതക പദാർത്ഥം, അതായത് RNA DNA പോലെ സ്വയം പകർപ്പെടുക്കാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ടാവണം. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുക, പുറത്തുനിന്ന് ഊർജ്ജമെടുത്ത് മെറ്റബലൈസ് ചെയ്യുക, അതുപോലെ ഹോമിയോസ്റ്റേസിസ് ഉണ്ടാവുക. ഇതാണ് ജീവൻ്റെ മെഡിക്കൽ സയൻസിലെ ഡെഫിനിഷൻ. അതാണ് സയൻസിൻ്റെ രീതി. വളരെ ബ്രീഫാണ്. എന്ത് തോന്നുന്നു? അത് ഒരിടത്ത് ഇരിക്കുന്ന സാധനമല്ല. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ജീവൻ പ്രോസസ്സാണ്, അതൊരു സാധനമല്ല, അതൊരു പ്രോസസ്സാണ്. പോകുന്നില്ല. അത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്, ഭാഷാ പ്രയോഗങ്ങളല്ലേ. ജീവൻ പോവുകയല്ല ചെയ്യുന്നത്. ഓക്കെ, നല്ല ജീവൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ഈ മരണമുണ്ട്. ജീവൻ പോകുന്നില്ലെങ്കിൽ എങ്ങനെ മരണം ഉണ്ടാകുക? ജീവൻ പോകുന്നുണ്ടല്ലോ. എങ്ങനെ പോകുന്നു? അത് ഈ നമ്മളുടെ ഈ ഉപാപചയ പ്രവർത്തനമായിട്ട് ഒരു ബന്ധമില്ല. ജീവൻ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് എവിടെയാണെന്ന് പ്രൂവ് ചെയ്യണം. സയൻസ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യുന്നതാണ്. പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സയൻസ് അല്ല. സയന്റിഫിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഒരു കവിത, നിങ്ങൾ ഒരു ബ്ലാക്ക് ബോർഡിൽ ബ്ലാക്ക് ബോർഡിന്റെ കഥയല്ല. ലൈഫ് എന്താന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ സയൻസിന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. പിന്നെ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതേമാതിരി മനസ്സ് പ്രൂവ് ചെയ്തിട്ടില്ല, ഡെഫിനിഷൻ ഇല്ല. മനഃശാസ്ത്രജ്ഞ ആൾ കോട്ടിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് മനസ്സെന്താണ് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. സാഹിത്യത്തിൽ നിന്നും കവിതകളിൽ നിന്നും ജീവൻ മരണം എന്നുള്ള ഈ നിർവചനങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബോർഡിൻ്റെ എക്സാമ്പിൾ എടുത്തത്. ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ ഒരു കുമാരനാശാൻ്റെയോ ഏതെങ്കിലും ഒരു കവിത നിങ്ങൾ എഴുതിയിടുന്നു, എന്നിട്ട് അത് മാച്ച് കളഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം, ഈ കവിത എവിടെ പോയി, അല്ലെങ്കിൽ ഈ കവിതയുണ്ടോ, കവിത എവിടെ പോയി എന്നുള്ള ചോദ്യം പോലെയുള്ള ഒരു സാധനമാണ് ജീവൻ എവിടെ പോയി. ജീവൻ ഒരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ് നിലച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മോളിക്യൂൾസും അതിവിടെ തന്നെ ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. കാരണം ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് മറ്റ് ജീവജാലങ്ങൾ അത് ഊർജ്ജമായിട്ട് മാറ്റി അത് അവിടെ ജീവൻ വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യണം. അതൊരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവി എന്ന് പറയുന്നത് തന്നെ മാറ്റർ തന്നെയാണ്. ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസുമാണ് നമ്മളുടെ ശരീരത്തിലും ഉള്ളത്. ഇതിൻ്റെ ഒരു റീകോമ്പിനേഷൻ ആൻഡ് ഡിസൊല്യൂഷനാണ്. കമ്പൈൻ ചെയ്യുന്നു, അത് വീണ്ടും ജീർണിച്ച് മറ്റു വസ്തുക്കളായി മാറുന്നു. ദ സം ടോട്ടൽ, അതാണ് നേരത്തെ പറഞ്ഞത്, സം ടോട്ടൽ ഓഫ് ഓൾ ദിസ് ഇസ് സീറോ. ഇത് ഒന്നും ഇവിടുന്ന് നഷ്ടപ്പെടുന്ന പുറത്തേക്ക് പോകുന്നുമില്ല, ഒന്നും ഉള്ളിലേക്ക് വരുന്നു. ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം. പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ചില വസ്തുക്കൾ, ചില മാറ്റർ ഓർഗാനിക്കായിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നു. അതെങ്ങനെ മെറ്റബോളൈസ് എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, പിന്നെ ഹോമിയോസ്റ്റേസിസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വളരെ ബേസിക്കായിട്ട് ലൈഫിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു പ്രോസസ്സാണ്, അല്ലാതെ ജീവൻ എവിടെയുണ്ട്, ജീവനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ, തടവി കാണിക്കാൻ പറ്റുമോ, നക്കി കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ എന്ന് പറഞ്ഞാൽ ലോഡഡ് ആയിട്ടുള്ള ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. ദർ ആർ സർട്ടൻ തിങ്സ് കോൾഡ് ഫോൾസ് ക്വസ്റ്റ്യൻസ്. മഴവില്ലിൻ്റെ മണം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു നോൺസെൻസിക്കൽ ക്വസ്റ്റ്യനാണ്. മഴവില്ലിൻ്റെ മണമില്ല. കാരണം അതുപോലത്തെ ഒരു ചോദ്യമാണ്, ജീവനെ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ? കാരണം തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ജീവൻ. ജീവൻ ഒരു പ്രോസസ്സാണ്. ക്ലിയർ ആയിരുന്നു. മൈൻഡിനെ സയൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ ചെയ്യുന്നത് എന്തോ അതാണ് മൈൻഡ്. അതും ചോദിച്ചായിരുന്നു. മൈൻഡിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ മൈൻഡ്, എന്താണ് ഇൻ്റലിജൻസ്? ഒന്നാമത് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് ഫിലോസഫിക്കലായിട്ട് തത്വചിന്തകർ ഇതിന് ഒരുപാട് നിർവചിച്ച് വഷളാക്കി കുളമാക്കിയ ഒരു സാധനമാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ മെഷീനാണ്. ആ ഇലക്ട്രോ കെമിക്കൽ മെഷീൻ്റെ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം രാസപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ എന്ന് മലയാളത്തിൽ അത് മെഷറബിൾ ആണ്.
എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എക്സൈറ്റഡ് ആവുന്നത്, ഇതിനെല്ലാം കെമിക്കൽ റീസൺസ് ഉണ്ട്. പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആത്മാവുണ്ടോ? അതാണ് പിന്നീടത്തെ ചോദ്യം. ഈ ആത്മാവിനെ നിങ്ങൾ കാണിച്ചു തരൂ, നിങ്ങളത് പ്രൂവ് ചെയ്ത് തരൂ, ഇങ്ങനെ ഒരു ആത്മാവെന്നുള്ളതെന്ന് അറ്റ്ലീസ്റ്റ് ഡിഫൈൻ ചെയ്ത് തരൂ. ഡെഫിനിഷൻ തന്നാലല്ലേ നമുക്കതിനെ കാണാൻ പറ്റൂ. അപ്പോൾ ഡെഫിനിഷൻ ഇല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് തപ്പുക? തപ്പണമെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനിഷൻ വേണ്ടേ? ഒരു ക്വയറി സ്ട്രിങ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ടേബിളിൽ നിന്നും നിങ്ങൾ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് വരൂ എന്നല്ലേ ചോദിക്കാൻ പറ്റൂ. ഈ പ്രപഞ്ചത്തിൽ എവിടെയോ എടുക്കുന്ന നിർവചിക്കാത്ത ഏതോ ഒരു സാധനത്തിന് നിങ്ങൾ തപ്പിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇംപോസിബിൾ ടു ഡു. നമ്മുടെ വിഷയമായിട്ടുള്ള പ്രാർത്ഥന ആശ്വാസമോ എന്നുള്ള ഈ സംവാദം ഇവിടെ മഞ്ചേരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഇത്ര അധികം യാത്രക്കാരെയും ഇത്രയധികം പൊതുജനത്തെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.